വായനയുള്ള എല്ലാവർക്കും പരിചിതമായിട്ടുള്ള പേരുകളാണ് പുണ്യ CR, DP അഭിജിത്ത്, ശ്യാംകൃഷ്ണൻ R, സിവിക് ജോൺ. ഈ ഒരു സെഷൻ്റെ പേര് കേൾക്കുന്ന സമയത്ത് ജെൻസി എന്നുള്ള പേരിൻ്റെ പുറത്ത് കുറേ പേര് വലിയ കൗതുകം ഉള്ള ചോദ്യങ്ങളുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആരാണ് ജെൻസി എന്നൊക്കെ ചോദിച്ച് വന്നവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജെൻസി എന്ന് പറയുന്നത് 1997 ശേഷം 2014 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ജനിച്ചിട്ടുള്ളവരാണ്. ഇവിടെ ഇരിക്കുന്ന 4 പേരും ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നവരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേര് മാത്രമാണ് അതിൽ പെടുന്നവരെന്നുള്ളത് പറയാം. പക്ഷേ എഴുതുന്ന കഥകളുടെയും കൂടെ സ്വഭാവം അനുസരിച്ചായിരിക്കണം ഇങ്ങനെ ഒരു പാനലിനെ ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് വരുവാണെങ്കിൽ കൂട്ടത്തിൽ ജെൻസി എന്നുള്ള കാറ്റഗറി നെയിം ഏറ്റവും കൂടുതൽ ചേരുന്ന ആൾ പുണ്യയാണ്. പുണ്യ കഥയെഴുത്തിൽ എത്രയോ സീനിയർ ആണെങ്കിലും ഈ പറയുന്ന ജെൻസി കാറ്റഗറിയിൽ വരുന്ന ആൾ എന്നുള്ള നിലയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ജനറേഷന് അല്ലെങ്കിൽ ഇപ്പോൾ മുന്നിലിരിക്കണ ഇവിടുത്തെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ജനറേഷൻ്റെ ഒക്കെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് പുണ്യ. ഈ ഒരു സെഷനിൽ നിന്ന് സംസാരിച്ച് തുടങ്ങുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആൾ പുണ്യ CR തന്നെയാണ്. അപ്പോൾ പുണ്യയിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. ജെൻസി എഴുതുമ്പോൾ അത് കഥയാവട്ടെ, കവിതയാവട്ടെ, നോവലാവട്ടെ, എന്തായാലും ജെൻസി കാറ്റഗറി എഴുതണ സമയത്ത് എന്തൊക്കെയാണ് അതിൽ മെയിനായിട്ട് വരുന്ന പ്രത്യേകതകളായാലും പോരായ്മകളായാലും അല്ലെങ്കിൽ അഭിരുചികളായാലും അങ്ങനെ ജെൻസിയുടെ എഴുത്തിലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് പുണ്യ തന്നെ സംസാരിച്ച് തുടങ്ങും. എല്ലാവർക്കും നമസ്കാരം. സൗണ്ടില്ലേ? ഈ സ്റ്റേജിൽ ഇതിനു മുന്നേ ഭയങ്കര അടിപൊളി ഡാൻസ് പെർഫോമൻസ് ആണ് നടന്നത്. അത് ഭയങ്കര എന്താ പറയുക, ജെൻസി വൈബ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള, ഭയങ്കര രസമുള്ള. ആ കുട്ടിയുടെ പേരെന്തായിരുന്നു? ഡാൻസ് ചെയ്തേ നല്ലായിരുന്നു കേട്ടോ. ഇനി നമ്മൾ കഥയെ പറ്റി പക്ഷെ പറഞ്ഞു തുടങ്ങുമ്പോൾ എത്ര പേർക്ക് അത് ജെൻസി ആണോ അല്ലെങ്കിൽ തള്ള വൈബ് അടിക്കുമെന്നൊന്നും എനിക്ക് അറിയില്ല. കാരണം കഥ എന്ന് പറയുന്നത് എല്ലാ കാലത്തും നമുക്കറിയാം. നമ്മൾ കഥയെ അറിയാനും വായിക്കാനും ഒക്കെ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി അല്ലേ? മനുഷ്യരുണ്ടായിരുന്ന കാലം തൊട്ടേ കഥ ഉണ്ടായിരുന്നിരിക്കണം. സംവാദത്തിൻ്റെ രൂപത്തിൽ 2 മനുഷ്യർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കഥകളിലൂടെ. പിന്നെ ഒരുപാട് വാമൊഴിയായിട്ട് വന്നിട്ടുള്ള കഥകളുണ്ട്. ജാതക കഥകൾ, ഗുണദോഷിക്കുന്ന കഥകൾ. പിന്നെ 16-ാം നൂറ്റാണ്ട് മുതൽ അല്ലെങ്കിൽ 18-ാം നൂറ്റാണ്ടിലെ കഥ എന്ന് പറയുന്നൊരു ഫോം കൃത്യമായിട്ട് അതിനൊരു ഘടനയൊക്കെ രൂപപ്പെട്ട് വന്നിരുന്നെങ്കിലും കഥ ഒരുപാട് കാലം തൊട്ടേ ഉണ്ട്. അപ്പോൾ ഈ കഥ ജെൻസി കഥ എഴുതുമ്പോൾ ഈ ടോപ്പിക്ക് കണ്ടപ്പോൾ ഞാൻ ഈ ടൈറ്റിൽ വായിച്ചത് ജെൻസി എന്ന് പറയുന്ന ഈ പ്രത്യേക കാലഘട്ടത്തിൽ ജനിച്ചവർ എഴുതുന്ന കഥകളെ സംബന്ധിച്ചുള്ള സെക്ഷൻ എന്നതല്ല ഞാൻ വായിച്ചത്. ഞാൻ ആക്ച്വലി അത് വായിച്ചത് ഏത് കാലഘട്ടത്തിൽ ജനിച്ചവരായിക്കോട്ടെ, പക്ഷേ ആ കഥ സംവേദനം ചെയ്യുന്ന ഒരു രീതിയോ അല്ലെങ്കിൽ ആ കഥ ഏത് കാറ്റഗറിയിൽ നിൽക്കുന്നു, ആരോട് സംവദിക്കുന്നു എന്നുള്ളതിൻ്റെ ബേസിലായിരിക്കാം മേ ബി ജെൻസി കഥ എഴുതുമ്പോൾ എന്നുള്ള ടൈറ്റിൽ കൊടുത്തേ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ടി പത്മനാഭൻ അടക്കം ഇപ്പോൾ എഴുതുന്നുണ്ട്. അതും ജെൻസി കഥയാവാം അല്ലേ? അപ്പോൾ ഒരു എഴുത്തിലിപ്പോൾ ഏതാണ്ട് 5 തലമുറയോളം കഥാലോകത്ത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഇവിടെ എഴുതുന്ന എല്ലാവരും പ്രായഭേദമന്യേ എഴുതുന്നവരൊക്കെ ജെൻസി കഥ എഴുതുന്നുണ്ടെന്നൊക്കെ തോന്നുന്നത്. പിന്നെ കഥ എല്ലാ കാലത്തും അതത് കാലഘട്ടത്തിൽ പരിവർത്തന വിധേയമായിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാലത്തോട് സംവദിക്കുന്ന രീതിയിൽ അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അത് പുതിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. പുതിയ വായനക്കാരെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പ്രമേയങ്ങളും ഘടനയും ആഖ്യാനവും ഒക്കെ കഥയിലും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഇതര സാഹിത്യ രൂപങ്ങളിലൊക്കെ പോലെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് കുറച്ചും കൂടെ കാലം കഴിഞ്ഞാലായിരിക്കും
ഒരു പക്ഷേ നമുക്ക് സൂക്ഷ്മമായിട്ട് വിലയിരുത്താനൊക്കെ ദൂരെ നിന്ന് മാറി ഇപ്പോൾ ഒരു വർത്തമാന കാലഘട്ടത്തിൽ നമ്മളെന്താ കഥയിൽ ശരിക്കും പണിയെടുത്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് ചിലപ്പോൾ കുറേ കൂടെ കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ എനിക്ക് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നോക്കുമ്പോൾ ഞാനോ അല്ലെങ്കിൽ ഞങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ കഥയിൽ നിൽക്കുന്ന നമ്മുടെ തലമുറയിലുള്ള നമ്മുടെ സമയത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നവരുടെ കുറച്ച് പ്രതിനിധികൾ മാത്രമാണ്. അപ്പോൾ നമ്മൾ എന്താ ആക്ച്വലി കഥയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് എനിക്ക് ഭയങ്കര പോയിൻ്റ് ഔട്ട് ചെയ്തെടുത്ത് പറയാനുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഇന്ന ഞങ്ങൾ കഥയിൽ ഇന്ന മാറ്റങ്ങൾ കൊണ്ടുവന്നു, ഇന്ന പരിവർത്തനങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയത്തക്ക വിധം എനിക്കൊന്നും ശരിക്കും ഫീൽ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ കഥയിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നോ, ഇപ്പോൾ അബി ആയാലും ഇവിടെ ഇരിക്കുന്നവരായാലും കഥയിൽ അത് നമ്മൾ തുടർച്ചയായിട്ട് എഴുതുന്നു. അത് ഈ കാലത്തോടെ എങ്ങനെ നമ്മുടെ കഥ നിലനിൽക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഈ കാലത്തോട് നമ്മളെങ്ങനെ ഇപ്പോൾ പലരും ഞാൻ ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ പറയണ്ടായി, സിനിമയിൽ ഇപ്പോൾ ഭയങ്കര വയലൻസ് കാണിക്കുന്ന എലമെൻറ്റ്സ് ഒത്തിരി കൂടിയിട്ടുണ്ടല്ലേ എന്നെന്നോട് ചോദിച്ചു. എനിക്ക് ആക്ച്വലി ഇപ്പോൾ വളരെ ഭയങ്കര കാമായിട്ട് പോകുന്ന സിനിമയാണെങ്കിൽ പോലും പരോക്ഷത്തിൽ വയലൻസ്, ഭയങ്കര തീവ്രമായിട്ടുള്ള വയലൻസ് പ്രവർത്തിക്കുന്ന സിനിമകൾ അത് ആഘോഷിക്കപ്പെടുന്നുമുണ്ട്, അത് കാണാൻ ഓഡിയൻസും ഉണ്ടാവുന്നുണ്ട്, അത് ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുന്നുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് നമ്മളിങ്ങനെ ആലോചിച്ചു. അതേ സംഭവങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ പല പല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ തന്നെ കഥയിലും കാണുന്നുണ്ട്. കഥയിലും വയലൻസ് വരുന്നുണ്ട്, കഥയിലും ഭയങ്കര സിനിമാറ്റിക് എലമെൻറ്റ്സ് വരുന്നുണ്ട്. എഴുത്തിൽ ഭയങ്കര സിനിമാറ്റിക് വിഷ്വലി നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന കുറേ എലമെൻറ്റ്സ് കൊണ്ടുവരുന്ന കഥകൾ വരുന്നുണ്ട്. അതൊക്കെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഭയങ്കര സ്പീഡപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മളെല്ലാം. ഒരു ദിവസത്തിന് ഒത്തിരി വ്യത്യാസമില്ലല്ലേ നമ്മൾ ഭയങ്കര ഓരോ ദിവസം നീങ്ങുന്നത്, എന്തെല്ലാം മാറ്റങ്ങൾ ആക്ച്വലി ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിനോടൊക്കെ ഈ 30 സെക്കൻഡ് മാത്രം കോൺസെൻട്രേഷൻ ലെവൽ നമ്മളിൽ ഉള്ളൂ എന്ന് തിരിച്ചറിയുന്ന റീൽസുകളുടെയൊക്കെ കാലത്ത് നിൽക്കുന്ന സമയത്ത് ഒരു കഥ നമ്മളെ പിടിച്ചിരുത്തണമെങ്കിൽ, വായിപ്പിക്കണമെങ്കിൽ ആ കഥയിൽ എന്ത് പണിയാണ് എടുക്കണ്ടേ എന്നുള്ളത് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് സിനിമാറ്റിക് ആയിട്ടായിരിക്കാം. പിന്നെ ഇപ്പോൾ ശ്യാമേട്ടനായാലും ഒക്കെ ഭയങ്കര സൂക്ഷ്മമായിട്ടൊരു സംഭവമൊക്കെ എടുത്ത് അങ്ങനെ ഭയങ്കര ലളിതമായിട്ട് കഥ എഴുതുന്ന അത്തരം കഥകളും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. മൃദുലേട്ടൻ്റെയൊക്കെ കഥകളും അതുപോലെ. അപ്പം അങ്ങനെയുള്ള കഥകളും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാണ്ട് കഥയിലിപ്പം പുതിയ കഥയിൽ എന്താ ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയാനും ഒന്നും ഉള്ളതായിട്ടും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങളെല്ലാവരും ഇപ്പോൾ ജിൻഷിച്ച് പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാവരും കഥ ഫോളോ ചെയ്യുന്നവരോ അല്ലെങ്കിൽ വായിക്കുന്നവരോ ഇപ്പം നമ്മൾ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര പരിചയമുള്ളവരായിരിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം എല്ലാവർക്കും വായന എന്ന് പറയുന്നത് അത്ര നിർബന്ധമുള്ള കാര്യമൊന്നും അല്ലല്ലോ ആക്ച്വലി, അല്ലേ? നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, അതിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ജെൻസിയിലുള്ളവർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവരെ സംതൃപ്തിപ്പെടുത്തുക, അവരെ വായനയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ആക്ച്വലി ഇച്ചിരി ടാസ്ക് ആണ്. തുടക്കം എന്നുള്ള രീതിയിൽ ഇപ്പം പറയുന്നത്. ഇപ്പോൾ പുണ്യ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു ചെറിയ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാൻ തോന്നുന്നു. കഥയിലെ വയലൻസിൻ്റെ കാര്യം പറഞ്ഞു. നമ്മളിപ്പോൾ ഈ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഈ ഒരു ജനറേഷൻ്റെ പ്രത്യേകതയാണോ എന്നറിയില്ല, ഈ പറയുന്നത് പോലെ സിനിമകളായാലും സീരീസ് ആയാലും ഒക്കെ വയലൻസിനോട് കുറച്ചധികം ഇഷ്ടക്കൂടുതൽ ഉള്ള ഒരു തലമുറയായിട്ട് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ കഥയിൽ വയലൻസ് കൊണ്ടുവരണതിനെ പറ്റിയിട്ട് ഇവിടെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു കഥയിലെ വയലൻസിനെ പറ്റിയിട്ട് സംസാരിക്കാൻ ഇവിടെ ഇരിക്കുന്നവരിൽ ഏറ്റവും യോഗ്യതയുള്ള ആളെന്നൊക്കെ വ്യക്തിപരമായിട്ട് ഞാൻ വിശേഷിപ്പിക്കുകയാണെങ്കിൽ അത് അബീനെയാണ്. DP അഭിജിത്തിന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വിഷുപ്പതിപ്പ് മത്സരത്തിൽ, കോളേജ് തല വിഷുപ്പതിപ്പ് മത്സരത്തിൽ സമ്മാനം കിട്ടിയിട്ടുള്ള ബ്ലഡ് റെവല്യൂഷൻ എന്നുള്ളൊരു കഥയുണ്ട്. ആ കഥയിൽ വിധികർത്താക്കളിൽ ഒരാളായിട്ടുള്ള അംബികാസുധം മാങ്ങാട് മാഷ് ആ ആഴ്ചപ്പതിപ്പിൽ തന്നെ വിധിക്കുറിപ്പ് വന്ന സമയത്ത് അവസാനം എഴുതി ഇട്ടിട്ടുള്ള ഒരു സെൻറ്റൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ഈ കഥ ബ്ലഡ് റെവല്യൂഷൻ എന്നുള്ള കഥ ഉറക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, ഉറക്കം കെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ 30 സെക്കൻഡ് റീൽസിലൂടെ കടന്നു പോകുന്ന ആ ഒരു സെക്കൻഡ് പോലും നമ്മൾ എൻഗേജ്ഡ് ആക്കിയില്ലെങ്കിൽ തൊട്ട് താഴെ സ്ക്രോൾ ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകുന്ന ഒരു തലമുറയാണ്. അപ്പോൾ ഈ ഒരു തലമുറയെ ഇരുത്തി ഉറക്കം കെടുത്താൻ പാകത്തിനുള്ള കഥകൾ എഴുതണ ഒരാൾ എന്നുള്ള നിലയിൽ, പക്ഷേ നേരെ മറിച്ച് ഇമോഷണലി നമ്മളെ ബ്രേക്ക് ചെയ്യണ തരത്തിലുള്ള കഥകളും അഭിജിത്ത് എത്രയോ എഴുതിയിട്ടുണ്ട്. പരേതരുടെ പുസ്തകം പോലെ
എനിക്ക് ആത്മഹത്യ ചെയ്യാൻ മതിയായ കാരണങ്ങളുണ്ട് എന്നുള്ള കഥ പോലെ ഒരേ സമയം ഇമോഷണലി കണക്ട് ചെയ്യാനും ഒരേ സമയം വയലൻസായിട്ട് ചോര ചീറ്റുന്ന എന്നൊക്കെ പറയുന്ന പോലുള്ള കഥകൾ എഴുതാനും DP അഭിജിത്തിന് സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ പൊളിറ്റിക്കലി കറക്റ്റ്നെസ് എന്നുള്ളത് കൊണ്ടുവരണം കഥകളിൽ അല്ലെങ്കിൽ സാഹിത്യത്തിൽ എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ഈ പറയണ ജെൻസിയിൽ അല്ലെങ്കിൽ കഥകളുടെ ഇപ്പോഴുള്ള ഒരു തലമുറയിൽ ഉണ്ട് എന്ന് പല സാഹിത്യ സംവാദങ്ങളും കേൾക്കുന്ന സമയത്ത് തോന്നിയിട്ടുണ്ട്. ഈ ഒരു വയലൻസും പൊളിറ്റിക്കലി കറക്റ്റ്നെസ്സും കഥയിൽ എന്നുള്ളതിനെ പറ്റിയിട്ട് ഈ പറയുന്ന പോലെ ഒരേ സമയം വയലൻസ് വെച്ചിട്ടും ഇമോഷണലി ഫീലിങ്സ് വെച്ചിട്ടും ഒക്കെ ഉറക്കം കെടുത്തുന്ന അല്ലെങ്കിൽ സ്വൈര്യം കെടുത്തുന്ന കഥകൾ എഴുതണ ഒരാൾ എന്നുള്ള നിലയിൽ അബിക്ക് എന്താണ് അഭിപ്രായം? എല്ലാവർക്കും നമസ്കാരം. ജിൻഷ പറഞ്ഞത് വയലൻസിനെ പറ്റി പറയാൻ ഏറ്റവും അർഹതയുള്ള എന്നാണ്. ഞാൻ അങ്ങനെ വയലൻസ് ഒന്നും ചെയ്യുന്ന ആളല്ല. കഥയിൽ ഒന്ന് രണ്ട് വയലൻസ് ഉള്ള കഥകൾ എഴുതി പോയി എന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ജീവിതത്തിൽ അത്ര ദുഷ്ടനൊന്നും അല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോട്ടെ, ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് പോയി തുടങ്ങിയ കാലം മുതൽ കേൾക്കുന്ന ചോദ്യമാണ് വയലൻസ്, കഥയിൽ വയലൻസ്. ഞാൻ ഗവേഷണം ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ റിസർച്ച് ടോപ്പിക്ക് വയലൻസിൻ്റെ പൊളിറ്റിക്സ് 2010 ശേഷമുള്ള മലയാള കഥകളിൽ വെച്ചുകൊണ്ടുള്ള പഠനം എന്നാണ്. ഈ വിഷയത്തിലോട്ട് ഞാൻ എത്തിച്ചേർന്നതിൻ്റെ കാരണം ഇതുപോലെ ഒരു KLF പോയിരുന്ന സമയത്ത് പുണ്യെ കൊണ്ടെന്ന് തോന്നുന്നു ഉണ്ടായിരുന്നു, സലീമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സെഷനിൽ ഒരാൾ ചോദിച്ചത് നിങ്ങളുടെ കഥയിൽ എന്തിനാണ് ഇത്ര വയലൻസ് എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചതാണ്, അപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി ആലോചിക്കുന്നത്. മറ്റേത് നമ്മൾ എഴുതി പോകുന്നത് ഇന്ദുവോൻ ചേട്ടനൊക്കെ പറയുന്ന പോലെ അപ്പോൾ നമുക്ക് തോന്നുന്നു ആ ഒരു ഇമ്പത്തിൽ പിടിച്ചങ്ങ് പോകുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ എഴുതുന്നു എന്ന് ചോദിച്ചാൽ ഞാനൊരു സിനിമ ഉദാഹരണം വെച്ചുകൊണ്ട് സംസാരിക്കാൻ തോന്നും. ഇപ്പോൾ ബാഹുബലി സിനിമയുടെ 1-ാം ഭാഗത്തിൽ അമ്മയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് കഴുത്ത് വെട്ടിക്കളയുന്നൊരു സീനുണ്ട്. 2-ാം ഭാഗത്തിൽ പെണ്ണുങ്ങളെ കയറി പിടിച്ചു കഴിഞ്ഞാൽ കൈയല്ല കഴുത്താണ് വെട്ടേണ്ടതെന്ന് പറഞ്ഞിട്ട് കഴുത്ത് വെട്ടിക്കളയുന്ന സീനുണ്ട്. ജയിലറിൽ മരുമോളെ കയറി പിടിച്ചു എന്ന് പറഞ്ഞ് കഴുത്ത് വെട്ടിക്കളയുന്ന സീനുണ്ട്. പിന്നെ KGF കാര്യമൊന്നും പറയുന്നില്ല, ആരുടെയൊക്കെ തല പോയി എന്നുള്ളതെന്ന് നമുക്കറിയില്ല. പിന്നെ സലാറിൽ ഇതുപോലൊരു രംഗമുണ്ട്. കില്ലിലൊക്കെ പിന്നെ ഇതുപോലെയാണ് അനിമൽ ഇങ്ങനെ വെട്ടിക്കളയുന്ന സീനുണ്ട്, കഴുത്ത് വെട്ടിക്കളയുന്ന സീനുണ്ട്. കുറേ നാൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ടൊറന്റിനോൻ്റെ പടത്തിൽ കിൽ ബില്ലിൽ കഴുത്ത് വെട്ടിക്കളയുന്ന സീനുകളുണ്ട്. എല്ലാവരെയും കൊല്ലുന്ന കഴുത്ത് വെട്ടിക്കളഞ്ഞ കഴുത്ത് വെട്ടുക കൈ വെട്ടുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് പൈപ്പ് തുറന്നു വിട്ട പോലെ ചോര തെറിക്കുന്നുണ്ട്. ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫൈറ്റൊക്കെ കഴിയുമ്പോൾ അവിടെ ഒരു കുളം പോലെ ചോരയാവുക മാറുകയാണ്. ഇത് നമുക്ക് കാണുമ്പോഴേ അറിയാം ഇത് റിയലിസ്റ്റിക് അല്ല, ഒട്ടും റിയലിസ്റ്റിക് അല്ല. എന്നാൽ ഏറ്റവും കൂടുതൽ വയലൻസിൻ്റെ പേരിൽ തെറി കേട്ടിട്ടുള്ള ആൾ ടൊറന്റിനോ ആണെന്ന് തോന്നുന്നു. എല്ലാവരും വയലൻസ് എന്ന് പറയുമ്പോൾ തന്നെ ടൊറന്റിനോ ആണ് അതിൻ്റെ അപ്പോസ്തലൻ എന്ന് പറഞ്ഞങ്ങ് തുടങ്ങാം. പക്ഷേ ഇത് കാണുമ്പോൾ എനിക്കൊക്കെ അത് കാണുമ്പോഴത്തേക്ക് ഇത് എന്തൊരു ചടപ്പാണ്, ഇങ്ങനെ ചോര ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും അൺറിയൽ ആയിട്ടുള്ളൊരു കാര്യമല്ല കാണിച്ചേക്കുന്നത്. ഇനി വയലൻസിലേക്ക് എൻ്റെ നേരെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അറിയാണ്ട് പറ്റിയ സാധനമാണ്. കഥയിൽ എങ്ങനെ നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ എന്നെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന സാധനമാണല്ലോ ഞാൻ എഴുതുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായി വന്നതാണ് വയലൻസ് എന്നുള്ളത്. ആ സമയത്ത് നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നില്ല. ഇത് ഒരുപാട് തവണ നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ചർച്ച ചെയ്യുമ്പോഴും ഒക്കെ വരുന്നത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഈസ് എ പോസ്റ്റ് മോഡേൺ ട്രാപ്പ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വയ്ക്കുകയാണ്. അത്തരത്തിലുള്ളൊരു ബൈനറിയിൽ നിന്നുകൊണ്ടല്ല നമ്മൾ ജീവിക്കുകയോ നമ്മൾക്ക് അങ്ങനെ ഒരു ബൈനറിയിൽ നിന്നുകൊണ്ട് നമുക്ക് കഥ എഴുതാനോ സാഹിത്യം ഉണ്ടാക്കാനോ കഥ ഉണ്ടാക്കാനോ ഒന്നും സാധ്യമാവും എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് അങ്ങനെ അതിനെ ഞാൻ ഒട്ടും പോസിറ്റീവായിട്ട് കാണുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. ഇപ്പോൾ ജെൻസിയോട് എങ്ങനെ എൻഗേജ് ചെയ്യും എന്നുള്ളൊരു കാര്യം വരുന്നുണ്ടല്ലോ. നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുക, എങ്ങനെ നമ്മൾ എഴുതുന്ന കഥ അല്ലെങ്കിൽ എഴുതുന്ന ഒരു സാഹിത്യം നമ്മളുടെ പിന്നിൽ വരുന്ന തലമുറ അല്ലെങ്കിൽ നമ്മളോടൊപ്പമുള്ള സുഹൃത്തുക്കൾ അവർക്കൊക്കെ വായിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മളെപ്പോഴും തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും നമുക്ക് മുന്നേ പോയ ആളുകളെയാണ്, ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ അച്ഛൻ്റെ അപ്പൂപ്പൻ്റെയൊക്കെ പ്രായമുള്ള ആളുകൾക്ക് തൃപ്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. നമുക്ക് കൂടെ വരുന്ന അല്ലെങ്കിൽ നമുക്ക് പിന്നെ വരുന്ന സുഹൃത്തുക്കളെ കുട്ടികളെ ഒക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് നമ്മളുടെ ഒരു സാധനവും വരുന്നില്ല എന്നുള്ളത് ഒരു തോട്ടായിട്ട് തോന്നുന്ന സമയത്താണ് അത്തരത്തിൽ എങ്ങനെ അവരോട് എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്ന തോന്നലിലാണ് ഈ രണ്ട് വിഷയങ്ങളെ ഞാൻ നോക്കിയിട്ട് ഈ പറഞ്ഞ ജെൻസി എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നത് ഉള്ളൂ എന്ന് തോന്നുന്നു. ഒന്ന് പ്രണയമാണ്, അത് ഏത് കാലത്തും അതിനൊരു വിനിമയശേഷിയുണ്ട്.
ഈ കാലഘട്ടത്തിൽ നമ്മൾ എഴുതുന്ന പ്രണയകഥകൾ മാത്രം വായിച്ചിട്ട് വരുന്ന, അതായത് നമുക്ക് കിട്ടുന്ന റെസ്പോൺസിൽ നിന്നാണ് ഞാൻ പറയുന്നത്, അങ്ങനെ വരുന്ന ഒരു വിഭാഗമുണ്ട്. 2 ഈ പറഞ്ഞ വയലൻസിനാണ്. ഈ 2 സാധനത്തിനാണ് ഏറ്റവും കൂടുതൽ ഈ പ്രായഭേദമന്യേ ഒരു അക്സെപ്റ്റൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മേ ബി അങ്ങനെ ഉണ്ടായി വന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കഥകളിൽ വയലൻസ് എന്ന് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞതുപോലെ അഭിജിത്തിൻ്റെ കഥകളിൽ ഒരുപാട് വയലൻസ് ഉണ്ട് എന്നുള്ളതല്ല. അതേസമയം ഞാൻ പറഞ്ഞു എനിക്ക് ആത്മഹത്യ ചെയ്യാൻ മതിയായ കാരണങ്ങളുണ്ട് എന്നുള്ളൊരു കഥ വായിച്ച സമയത്ത് എന്നെയൊക്കെ ഒരു ദിവസം മുഴുവൻ പിടിച്ചു കുലുക്കിയ ഒരു കഥയാണ്. അതേ തരത്തിൽ ഈ 2 രീതിയിലും വായിക്കുന്ന ആൾക്കാരെ എൻഗേജ് ചെയ്യിക്കുക എന്നുള്ളത് നിസ്സാരമായിട്ടുള്ള പണിയേ അല്ല. അപ്പോൾ അതിൽ നിന്ന് വരുവാണെങ്കിൽ നമ്മൾ കഥയുടെ ചരിത്രം മുതൽ നോക്കുവാണെങ്കിൽ ഇടക്കാലത്ത് തകഴിയുടെ കഥകളിൽ ഞാനെപ്പോഴും നിരീക്ഷിച്ചിട്ടുള്ളൊരു പ്രത്യേകതയുണ്ട്. ഏറ്റവും ലളിതമായിട്ടുള്ള ഭാഷയിൽ അല്ലെങ്കിൽ ഒറ്റയിരിപ്പിലുള്ള വായനയിൽ ഏറ്റവും സുഖകരമായിട്ട് നമുക്ക് വായിച്ചു പോകാൻ പറ്റുന്ന കഥകൾ എഴുതിയിട്ടുള്ള അതികായന്മാരായിട്ടുള്ള എഴുത്തുകാരിൽ ഒരു പക്ഷേ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് തകഴി. ഇപ്പോൾ ശ്യാമേട്ടനിലേക്ക് വരുവാണെങ്കിൽ ശ്യാമേട്ടൻ്റെ ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ള മീശക്കള്ളൻ എന്നുള്ള കഥാസമാഹാരത്തിലെ കഥകളിൽ പലതും നമ്മൾ വായിക്കുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ അസൂയപ്പെടുത്തിയിട്ടും അതിശയിപ്പിച്ചിട്ടും ഒക്കെയുള്ള ഒരു കാര്യം, നമ്മളെല്ലാവരും സ്ഥിരം കാണുന്ന ജീവിതം അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കാണുന്ന മനുഷ്യർ, നമ്മളിവരെ ഏറ്റവും നിസ്സാരമായിട്ടുള്ള ആൾക്കാർ എന്ന് വിചാരിക്കുമ്പോൾ ഏറ്റവും നിസ്സാരമായിട്ടുള്ള ഒരു ജീവിതം എന്ന് നമ്മൾ കണ്ടിങ്ങനെ അപ്പുറത്തേക്ക് മാറുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെടുക്കാൻ വളരെ മിടുക്കുള്ള ഒരാളാണ് ശ്യാംകൃഷ്ണയിലെ കഥാകാരൻ എന്ന് തോന്നിയിട്ടുണ്ട്. എന്നാൽ അതേസമയം ഇവിടെ ഈ കഥയെഴുത്തിൻ്റെ തലമുറ എന്നുള്ളത് വിഷയമായിട്ട് വരുമ്പോൾ തന്നെ ഇടക്കാലത്തുള്ള ഒരു തലമുറ കൊണ്ടുവന്നിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഉണ്ട് കഥയിൽ. ഒരു പക്ഷെ വളരെ നീണ്ട കഥകൾ, വളരെ ലെങ്ത്തുള്ള കഥകൾ, പലതായിട്ട് മുറിഞ്ഞു പോകുന്ന കഥകൾ, വളരെ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന തരത്തിലുള്ള ഭാഷകൾ, വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കഥകൾ, ഇങ്ങനെയൊക്കെയുള്ളൊരു കഥകളെ എഴുതി വന്നിട്ടുള്ള തലമുറയാണ് നമ്മുടെ മുൻപിലുള്ളത്. എല്ലാവരെയും അല്ല എടുത്ത് പറയുന്നത്. പക്ഷേ ഈ ഒരു തലമുറയിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും ലളിതമായിട്ടുള്ള ഭാഷയിൽ ചെറുകഥ എന്ന് പറയാവുന്നതിൻ്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോമിൽ ഈ പറയുന്ന മനുഷ്യജീവിതത്തിൻ്റെ സങ്കീർണതകൾ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്ന കഥാകൃത്താണ് ശ്യാംകൃഷ്ണൻ. ഇപ്പോൾ ശ്യാമേട്ടനോടാണ് ചോദിക്കാനുള്ളത്, ഇത് ബോധപൂർവം ചെയ്യുന്നതാണോ അതോ ഈ കഥകളിലെ ഭാഷ എന്നുള്ളത് അല്ലെങ്കിൽ ഈ കഥകളിലെ ലാളിത്യം എന്നുള്ളത് ഈ പറയുന്ന പോലെ മനുഷ്യജീവിതത്തിൻ്റെ സങ്കീർണതകൾ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നു സാധാരണ മനുഷ്യരുമായിട്ട് ഒരു പക്ഷേ ഡോക്ടറിൽ കവിഞ്ഞ് അദ്ദേഹം അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്, മെഡിസിൻ സ്റ്റുഡൻസിൻ്റെ പ്രൊഫസറാണ്. അപ്പോൾ ഒരു പക്ഷേ സാധാരണ മനുഷ്യരെ കാണുന്നത് വളരെ കുറഞ്ഞിട്ടുള്ള അപൂർവമൊക്കെ ആയിരിക്കണം ഏറ്റവും കോമൺ ആയിട്ടുള്ള ആൾക്കാർ, എനിക്കങ്ങനെ തോന്നുന്നു. കാരണം ഒരു മെഡിക്കൽ പ്രൊഫസർ എന്നൊക്കെ പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് മുന്നിൽ എപ്പോഴും ഉള്ളത് കുറേ മെഡിസിൻ വിദ്യാർത്ഥികൾ മാത്രമാണ്. എങ്കിൽ പോലും ഈ പറയുന്ന സാധാരണ മനുഷ്യരുടെ ജീവിതം വളരെ വിദഗ്ധമായിട്ട് അവരുടെ സങ്കീർണതകളൊക്കെ അവതരിപ്പിക്കുന്നൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഇതിലേക്കൊക്കെ എത്തുന്നത്, ഈ കഥയുടെ ക്രാഫ്റ്റിലേക്കായാലും ഭാഷയിലേക്കായാലും? ആദ്യമേ തന്നെ ഡോക്ടർമാരെന്ന് വെച്ചാൽ ദന്തഗോപുരവാസികൾ എന്നൊരർത്ഥമില്ല. ഈ ജിൻഷ ചോദിച്ച ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ജിൻഷ പറഞ്ഞൊരു കാര്യം, നമ്മളെ ഇമ്പ്രസ് ചെയ്ത കഥകൾ അല്ലെങ്കിൽ അതാണല്ലോ നമ്മൾ സ്വാധീനിക്കുന്ന കഥകൾ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഞാൻ എൻ്റെ ഒരു ടീനേജ് കാലത്ത് അല്ലെങ്കിൽ ആ ഒരു 18-20 ആ പ്രായത്തിലൊക്കെ വായിച്ചിട്ടുള്ള കഥകൾ, ഇപ്പോൾ എസ് ഹരീഷ്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള എസ് ഹരീഷ്, ബിനോയ് തോമസ്, സന്തോഷ് കുമാർ ഒക്കെ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട എഴുത്തുകാരനാണ്. ഇവരൊക്കെ വളരെ ലളിതമായ കഥകൾ പറയുന്നത്, അതാണ് എന്നെ ആകർഷിച്ചിട്ടുള്ളൊരു കാര്യം. അപ്പം അങ്ങനെ അല്ലെ ബഷീർ, പണ്ട് കാലത്ത് ബഷീർ മാത്രമല്ല, ഇപ്പം എനിക്ക് തോന്നുന്നത് MT ആയാലും എല്ലാവരും വളരെ ഏറ്റവും ലളിതമായ ഭാഷയിൽ എഴുതുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഞാൻ കൊണ്ടുവന്നൊരു സാധനം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ചിലപ്പോഴെങ്കിലും എനിക്ക് തോന്നാറുണ്ട് അതിൻ്റെ ഒരു പരിമിതിയാണെന്നുള്ളൊരു കാര്യം. ഇപ്പം ബാക്കിയുള്ളവർ എഴുതുന്ന പോലെ കുറച്ചുകൂടി ആശയഗംഭീരമായിട്ട് എഴുതാൻ പറ്റുന്നില്ലല്ലോ. പക്ഷേ ഈ കഥകൾ അച്ചടിച്ച് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവർക്കും ഒരു കാലഘട്ടമുണ്ട്. അപ്പം
എനിക്കൊക്കെ പ്രത്യേകിച്ചിട്ട് കുറേ കാലത്തോളം ഇങ്ങനെ ഒരു കഥ അച്ചടിച്ച് വരാൻ വേണ്ടി കാത്തിരുന്നിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു. ഈവൻ ഈ വിഷുപ്പതിപ്പ് കിട്ടിയ ശേഷം പോലും ഒരു 2022 വരെ എനിക്ക് കഥകൾ അച്ചടിച്ച് വരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ പല തരത്തിൽ എഴുതി നോക്കിയിട്ടുണ്ട്, ഈ പല ഫോർമുലകൾ എഴുതി നോക്കിയിട്ടുണ്ട്, പല ആളുകളെ ഫോളോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം, ഏറ്റവും സത്യസന്ധമായി എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുന്ന് എഴുതുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഞാൻ പഠിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. അപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് വെച്ചാൽ ഒരു ഉത്തര മലബാറിൽ ഏറ്റവും സാധാരണക്കാരായ ആളുകൾ വരുന്നൊരു സ്ഥലമാണ്. ഒരു പക്ഷേ ഞാൻ മറ്റൊരു കോഴ്സായിരുന്നു പഠിച്ചതെങ്കിൽ ഞാൻ ഇടപെടാത്ത രീതിയിലുള്ള ആളുകളുമായിട്ട്, അല്ലെങ്കിൽ ആ തരത്തിൽ ഇപ്പോൾ കേരളത്തിൽ ദാരിദ്ര്യം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം എത്ര ആൾക്കത് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഒരു ഏറ്റവും ദരിദ്രമായ അവസ്ഥ, ഇന്ന് രാത്രി ഭക്ഷണം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തൊഴുന്നൊരവസ്ഥ എത്ര ആൾക്ക് നേരിട്ടിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു ജീവിത പശ്ചാത്തലം, അല്ലെങ്കിൽ ഞാൻ വളർന്നു വന്നൊരു പശ്ചാത്തലം, മിഡിൽ ക്ലാസ് ഫാമിലി എന്നുള്ള രീതിയിൽ നേരിട്ട് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പശ്ചാത്തലം വരുന്നൊരു ആളല്ല ഞാൻ. പക്ഷേ അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഏറ്റവും സാധാരണക്കാരായ, കാരണം ഒരു ആശുപത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരായിരിക്കെ തന്നെ വരുന്നൊരു കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ. അതേപോലെ തന്നെ ഏറ്റവും ദയനീയമായ അവസ്ഥയിൽ വരുന്നൊരു ഇതാണ്. ഒരാളും സന്തോഷത്തോടെ ഒരു മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ആശുപത്രിയിൽ വരുന്നുണ്ടാവില്ലല്ലോ. അപ്പോൾ അത് എനിക്ക് കാണാൻ പറ്റിയെന്ന് മാത്രമല്ല, ഇപ്പം നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒറ്റവർക്ക് ഒരു സംഗതി അല്ലെങ്കിൽ ഒരു അസുഖം വരുന്ന പോലെ ആയിരിക്കില്ല നമ്മളൊരു ഡോക്ടർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് അത്ര ഇമോഷണലായ ഒരു കണക്ഷൻ ചിലപ്പോൾ ഉണ്ടാവില്ല. അതേസമയം തന്നെ നമ്മളൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്കൊരു വിഷമം ഉണ്ടാവും ചെയ്യും അവരുടെ അവസ്ഥയിൽ. ഇപ്പം ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഞാനല്ല തീരുമാനിക്കുന്നത്, ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റും തീരുമാനിക്കുന്നു, അവർക്ക് അതിനുള്ള പൈസ ഉണ്ടാവില്ല. നമുക്കൊരിക്കലും അത് മൊത്തം അത്രയും പൈസ 1 ലക്ഷം 2 ലക്ഷം അല്ലെങ്കിൽ അത്ര ലക്ഷക്കണക്കിന് രൂപയൊന്നും സംഘടിപ്പിച്ച് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ആ ഒരു വേദനയോട് നമുക്കൊരു താതാത്മ്യം ഉണ്ടാവും. അല്ല, അവർക്ക് അത് കണ്ടുപിടിക്കാൻ ആരും ഒരു സഹായം കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ എല്ലാ മെഡിക്കൽ കോളേജിലും കുറച്ച് സന്നദ്ധ സംഘടനകളൊക്കെ ഉണ്ട്, അവരാരെങ്കിലും വഴി നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷം തോന്നുമല്ലോ. അപ്പം ആ രീതിയിൽ സാധാരണക്കാരുടെ ജീവിതം ഞാൻ കാണുന്നത്. പിന്നെ ഞാൻ വളർന്നു വന്നൊരു നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു സാധാരണ നാട്ടിലുള്ള എൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ വളരെ സാധാരണക്കാരായ ആൾക്കാരാണ്. അങ്ങനെ ഒരു ഭയങ്കര ഒരു എപ്പോഴും ഉന്നത അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റി ബന്ധപ്പെട്ട ഒരാളല്ല ഞാൻ. ചെറുപ്പത്തിൽ അങ്ങോട്ട് സാധാരണക്കാരായ ആൾക്കാർ ഒരുപാട് കാണുന്ന, മാത്രമല്ല എൻ്റെ കഥകളും അങ്ങനെ ഒരു പക്ഷേ ഭയങ്കരമായൊരു ദരിദ്ര പശ്ചാത്തലത്തിലുള്ള ഒരു ആളുകൾക്ക് കൂടുതൽ കണക്ട് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നത് ഒരു സാധാരണക്കാരായ ആളുകൾ, ഒരു മിഡിൽ ക്ലാസ്സിൻ്റെ കഥകളാണ് മെയിനായിട്ടും, അല്ലെങ്കിൽ ആ തരത്തിലുള്ള കഥകൾ തന്നെയാണ് ഞാൻ അധികം എഴുതിയിട്ടുണ്ടാവും. അല്ല, ഒരു ഭയങ്കര ദാരിദ്ര്യം അങ്ങനെ ഞാൻ അത് എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അത് അത്ര സത്യസന്ധമായിട്ട് എനിക്ക് എഴുതാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല, ഇപ്പോൾ എനിക്ക് പരിചയമില്ലാത്തൊരു പശ്ചാത്തലത്തിൽ. അപ്പോൾ അത് ഏറ്റവും സാധാരണമായ ഭാഷയിൽ പറയാൻ ശ്രമിക്കുന്നു. അതൊരു എങ്ങനെ എഴുതിയാലും അവസാനം എനിക്ക് തൃപ്തിയാവുള്ളൂ, അങ്ങനെ സംഭവിക്കുന്നതാണ്. പിന്നെ ഈ ലെങ്ത്തിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നത് നിങ്ങളെല്ലാവരെയും കാട്ടും കൂടുതൽ നീളമുള്ള കഥകൾ എഴുതുന്ന ഒരാൾ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ കഥക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ലെങ്ത് എടുക്കാമെന്ന് വിചാരിക്കുന്ന ആളാണ്, അല്ലാണ്ട് അങ്ങനെ ചെറുകഥ ആയതുകൊണ്ട് ചുരുക്കണം അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ ഈ സെഷൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു, എൻഗേജ് ചെയ്യിക്കുക എന്നുള്ളത് വളരെയധികം പ്രയാസകരമായിട്ടുള്ള ഒരു കാലമാണ് ഇന്നത്തേതെന്ന്. അത് ഇവിടെ പുണ്യ പറഞ്ഞു വെച്ചിട്ടുള്ള റീലിൻ്റെ കാര്യം, അങ്ങനെ പല ഉദാഹരണങ്ങളും നമ്മളിപ്പോൾ ഇതിനോടകം സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഥ എഴുത്തിൽ വരുന്ന ഒരു ബ്രേക്ക് ഉണ്ട്, ഒരു വലിയൊരു ഗ്യാപ്പ്. അത് റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നൊക്കെ വിളിക്കുന്ന, ഓമന പേരൊക്കെ ഇട്ട് വിളിക്കുന്ന ഒരു ബ്ലോക്ക് ഉണ്ട്. ഇതിൽ സിവിക്ക് ജോണിൻ്റെ കഥകൾ, സിവിക്കേട്ടൻ്റെ കഥകൾ ആണെങ്കിലും നോവലാണെങ്കിലും ഒക്കെ ഒരു ഇടവേള പാലിച്ചിട്ടൊക്കെ വരുന്നതാണ്. എന്നാൽ അതേസമയം കഥയിൽ പരീക്ഷണങ്ങൾ നടത്തുന്ന, അതായത് കഥയുടെ ക്രാഫ്റ്റിൽ അത് പലതരത്തിൽ പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരാളാണ് സിവിക്കേട്ടൻ. കഥകൾ വായിച്ച, എല്ലാ കഥകളും വായിച്ച ഒരാൾ എന്നുള്ള നിലയിൽ ഭാഷയിലാണെങ്കിലും മലയാളത്തിൽ മാത്രമല്ല മലയാളവും തമിഴും കൂട്ടിക്കലർത്തി എഴുതുന്നു. കഥകളിൽ പാചകം കൊണ്ടുവരുന്നു, അല്ലേ, പാചകക്കുറിപ്പുകൾ കഥയിലേക്ക് കൊണ്ടുവരുന്നു. ഈ തരത്തിൽ വായിക്കുന്നവരെ അതിൽ തന്നെ നിർത്തുക എന്നുള്ളൊരു വൈദഗ്ധ്യം, അതിനു വേണ്ടിയിട്ടുള്ള പരീക്ഷണം, ഇങ്ങനെയൊക്കെ ഏറ്റവും കൂടുതൽ നടത്തുന്ന ഒരാളാണ് സിവിക്കേട്ടൻ. അതേസമയം തന്നെ ഈ ഒരു ഗ്യാപ്പ് സംഭവിക്കുകയും ചെയ്യുന്നു. ഈ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വായിക്കുന്നവരെ അതിലിരുത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു പരീക്ഷണ ഘട്ടത്തിന് വേണ്ടിയിട്ട് വരുന്നതാണ് ഈ ഒരു ഇടവേള.
അതൊരു നീണ്ട ഇടവേള എന്നൊക്കെ പറയണത് ഈ പറഞ്ഞതുപോലെ ആലോചനയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണോ? എങ്ങനെ ഈ കഥയിൽ പരീക്ഷണം കൊണ്ടുവരാം, അല്ലെങ്കിൽ എഴുത്തിൽ എങ്ങനെ പുതുമ കൊണ്ടുവരാം എന്നുള്ള ഒരു ആലോചനയായിട്ടൊക്കെ, ആ ഒരു ആലോചനയുടെ ഒരു സമയമാണോ ഇത്രയും ഇടവേളകളൊക്കെ വരാനുള്ള കാരണം? അതുപോലെ ഈ പറയണ പരീക്ഷണങ്ങൾ എന്നുള്ളത് ബോധപൂർവമായിട്ട് ഒരുപക്ഷെ അല്ലെങ്കിലും വായിക്കുന്നവരെ എൻഗേജ് ചെയ്യിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെ കൊണ്ടുവരുന്നതാണോ? കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. പക്ഷേ ഇടവേളകൾ ഉണ്ടാവാറുണ്ട്. മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. എഴുതി തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 2-3 മാസത്തിലൊരു കഥ ഒക്കെ എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മുന്നോട്ട് പോകും തോറും അത് 3 മാസത്തിനുള്ള 6 മാസമായി, 1 വർഷമായി, ഇപ്പോൾ അവസാനം ഒരെണ്ണം എഴുതിയിട്ട് 3 വർഷത്തിന് മുകളിലായി. പക്ഷേ ഇതിനിടയ്ക്ക് സംഭവിച്ചിട്ടുള്ള കാര്യം, കഥയുടെ വലിപ്പം കൂടി വരുന്നുണ്ട്. അതിപ്പോൾ ശ്യാം പറഞ്ഞ പോലെ കഥ തന്നെയാണ് അതിൻ്റെ വലിപ്പം തീരുമാനിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിന് തൊട്ട് മുന്നത്തെ ഇപ്പോൾ അവസാനം അച്ചടിച്ച് വന്ന കഥ പ്രിൻറ്റിൽ ആർക്കും എടുക്കാൻ പറ്റാഞ്ഞിട്ട് അവസാനം ഓൺലൈനിലാണത് പബ്ലിഷായി വന്നത്. അതിപ്പോൾ ഒരു ബുക്ക് ലെങ്ത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിന് ഒരു 70 പേജിനടുത്ത് വലിപ്പമുണ്ട്. പറയുമ്പോൾ കഥയാണ്. കഥയുടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ഫോർമാറ്റിനകത്ത് അത് കഥയാണെന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം കൃത്യമായിട്ട് ഇത്ര വാക്കുകളിൽ ഒതുങ്ങണം എന്നുള്ളൊരു ടെക്സ്റ്റ് ബുക്ക് അൺറിട്ടൺ ആയിട്ടുള്ളൊരു റൂളുണ്ട്. പക്ഷേ അതിനകത്ത് നിൽക്കുന്നതാണോ ആ കഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ഒരു കഥയുടെ സാഹചര്യം അല്ലെങ്കിൽ അതിനകത്തെ കഥാപാത്രങ്ങൾക്ക് നമ്മളോട് സംവദിക്കാനുള്ള എന്താണോ അത് മുഴുവനായിട്ടും പറഞ്ഞു തീരുമ്പോഴേ ആ കഥ കംപ്ലീറ്റ് ആവുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതിന് മുൻപ് എഴുതിയ 2 കഥകളും അതിന് മുൻപ് അവസാനത്തെ 3 കഥകളും വളരെ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് അതിൻ്റെ ലെങ്ത്ത് കൂടി വന്നിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് കോൺഷ്യസ് ആയിട്ട് ചെയ്തതല്ല, പക്ഷേ അത് സംഭവിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പാചകക്കുറിപ്പുകളുടെ കാര്യം പറഞ്ഞു. അതിപ്പോൾ അതൊരു പേഴ്സണൽ ചോയ്സിൻ്റെ പുറത്ത് സംഭവിക്കുന്നതാണ്. എനിക്ക് പൊതുവേ ഭക്ഷണത്തോട് അത്യാവശ്യം താല്പര്യമുള്ള, കുക്കിംഗ് കുറച്ചുകൂടി താല്പര്യമുള്ള ഒരാളാണ്. സോ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള നിലയിൽ കഥാപാത്രങ്ങളിൽ പലർക്കും ആ ഒരു സ്വഭാവ സവിശേഷത വന്നു ചേർന്നിട്ടുണ്ടാവാം. അങ്ങനെ വന്നതാണ് എന്നാണ് വിശ്വസിക്കാൻ താല്പര്യം. അതല്ലാതെ കോൺഷ്യസ് ആയിട്ടൊരു ഇടവേള എടുക്കുന്നില്ല. ഇവിടെ പുണ്യയുടെ കഥകളിൽ ഞാൻ എപ്പോഴും വ്യക്തിപരമായിട്ട് ഓരോ കഥ വരുന്ന സമയത്തും ഞാൻ പുണ്യയോട് ആദ്യം പറയുന്ന, അതിപ്പോൾ മെസ്സേജ് ആണെങ്കിലും കോൾ ആണെങ്കിലും ഒക്കെ ഞാൻ ആദ്യം പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം കഥകളിലെ ഭാഷയാണ്. സ്നേഹത്തിൻ്റെ ഭാഷ എന്നൊക്കെ ഞാൻ വിളിക്കാറുണ്ട് സത്യമായിട്ടും. അതിപ്പോൾ ഫോട്ടോ എന്നുള്ള കഥയിൽ ചിരതയും കാലനും തമ്മിലുള്ള ചില സംഭാഷണങ്ങളൊക്കെ ഉണ്ട്. എത്ര സുന്ദരമായിട്ടുള്ള ഭാഷയിലാണ് ഇത് എഴുതിയത് എന്നുള്ളത് ഞാൻ എപ്പോഴും അത്ഭുതപ്പെടാറുള്ള ഒരു കാര്യമാണ്. ഇനി നേരെ ബ്രേക്കപ്പ് പാർട്ടി എന്നുള്ള കഥയിലേക്ക് വരികയാണെങ്കിൽ എല്ലാവരും ന്യൂജനായിട്ടുള്ള ആൾക്കാരാണ് അതിലുള്ളത്. വളരെ വ്യക്തമായിട്ട് ജീവിതത്തിനെ പറ്റിയിട്ട് കാഴ്ചപ്പാടുകളുള്ള പെൺകുട്ടികളുടെ കഥയാണ്. അവരുടെ തനതായിട്ടുള്ള ലാംഗ്വേജ് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഭാഷകളാണെങ്കിലും ഇമോഷണലാണെങ്കിലും ഒക്കെ ഏറ്റവും കൃത്യമായിട്ട് കഥകളിൽ കൊണ്ടുവരുന്ന ഒരാളാണ് പുണ്യ. അതേസമയം തന്നെ ഈ പുതിയ തലമുറയിലെ ആൾക്കാരെ പറ്റിയിട്ട് പഴയ ആൾക്കാർക്കുള്ളൊരു പരാതിയുണ്ട്, അവരെ ആൾക്കാരെ മനസ്സിലാക്കുന്നില്ല, നിരീക്ഷിക്കുന്നില്ല എന്നൊക്കെയുള്ളത്. അതിനേറ്റവും അപവാദമായിട്ട് നിൽക്കുന്ന ഒരാളാണ് പുണ്യ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആൾക്കാരുടെ ഫീലിങ്സ് വളരെ കൃത്യമായിട്ട്, അത് ഏത് ഏജിലുള്ളവരുടെ ആണെങ്കിലും ഞാൻ വായിച്ചെടുക്കാറുണ്ട് പുണ്യയുടെ കഥകളിൽ നിന്ന്. അവരെ അത്രമാത്രം നിരീക്ഷിച്ചിട്ട്, അത് പുണ്യയുടെ ഇൻസ്റ്റാ പേജൊക്കെ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ചില ഫോട്ടോസൊക്കെ ഇടാറുണ്ട്. അതായത് ഏറ്റവും സാധാരണമായിട്ടുള്ള മനുഷ്യരെ നമ്മളാരും കാണാത്ത ചില ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുണ്യയുടെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കുന്ന ഒരാളാണ്. അപ്പം ഏറ്റവും കൃത്യമായിട്ട് ആൾക്കാരെ നിരീക്ഷിക്കുന്ന പുതിയ തലമുറയിലെ ആൾക്കാർ ഇവിടെ ഉണ്ട്. അതിന് ഏറ്റവും മനോഹരമായിട്ട് ഭാഷയിൽ എഴുതുന്ന ആളുമുണ്ട്. അപ്പോൾ എന്താണ് പുണ്യക്ക് ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം? ഇതൊന്നും ഞാൻ പറഞ്ഞു പറയിപ്പിക്കുന്നല്ല കേട്ടോ, എനിക്കറിയാൻ പാടില്ല. പിന്നെ എന്തായിരുന്നു പറഞ്ഞേ, ഞാൻ ഇൻസ്റ്റാ പേജിൽ അങ്ങ് സ്റ്റക്കായി പോയി. എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സംവദിക്കുന്നൊരു കാലമുണ്ടല്ലോ, അപ്പോൾ ആ കാലത്ത് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ. ഇപ്പം നേരത്തെ ശ്യാമേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്,
നമുക്ക് ഈ ഭയങ്കര ദാരിദ്ര്യം, പട്ടിണി, അല്ലെങ്കിൽ നമ്മുടെ മുന്നേ ഉള്ള തലമുറകളിലുള്ള ഇപ്പോൾ നമ്മുടെ മുതുമുത്തശ്ശന്മാരോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാരോ പറയുന്ന ഇപ്പം നമ്മളുടെ കുറച്ച് 4-5 വർഷം മുന്നേ ജനിച്ചവർ പറയുന്ന അനുഭവ പരിസരമൊന്നും അതൊന്നും നമുക്ക് അനുഭവമുള്ളതോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നതോ അല്ലായിരിക്കും. പക്ഷേ എന്ന് വെച്ച് നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ ആന്തരിക സംഘർഷങ്ങളോ നമ്മുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ നിസ്സാരമാണെന്നുള്ളതല്ലല്ലോ അതിൻ്റെ അർത്ഥം. ഇപ്പം നമ്മളോട് ഇപ്പം എല്ലാ വീട്ടിലും മോസ്റ്റ്ലി പറയുന്നതായിരിക്കും, പണ്ട് ഞാൻ അങ്ങനെ പോയിട്ട് സ്കൂളിൽ പോയിട്ടുണ്ട്, പണ്ട് ഞങ്ങൾ അത്ര ദൂരം നടന്നിട്ടുണ്ട്, പണ്ട് ഞങ്ങൾക്ക് കുപ്പായം ഇല്ലായിരുന്നു, അത്രയും പട്ടിണി കിടന്നിട്ട്, ഇതൊക്കെ നമ്മളൊക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷേ എന്ന് വെച്ച് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ആന്തരിക സംഘർഷങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ക്രൈസിസുകൾ ഇതെല്ലാം ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ആഴോ വ്യാപ്തിയോ ഇതൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ് എന്നുള്ളതിൻ്റെ അർത്ഥമില്ലല്ലോ. അപ്പോൾ നമ്മൾ എഴുതുന്നത് അതിനകത്ത് നിന്നിട്ടാണ്. കുറേ സംഭവങ്ങളോട് നമ്മൾ എമ്പതൈസ് ചെയ്യുന്നുണ്ട്. അത് ഒരുപക്ഷെ നമ്മുടെ വായനയിൽ നിന്നോ മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ള അനുഭവങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെയൊക്കെ നമുക്ക് ഉണ്ടാവുന്നതായിരിക്കാം. പിന്നെ എനിക്ക് തോന്നിയിട്ടില്ല, ഇപ്പം നമ്മൾ എഴുതുന്നൊക്കെ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെയൊക്കെ ജനറേഷൻ, ഈ ജെൻസി എന്ന് പറയുന്ന നമ്മുടെയൊക്കെ തലമുറ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒന്ന് ആന്തരിക സംഘർഷങ്ങൾ അല്ലെങ്കിൽ ശരിതെറ്റുകളുടെ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലേ. അതിപ്പം മനുഷ്യബന്ധങ്ങളിലായിക്കോട്ടെ, തീരുമാനങ്ങളിലായിക്കോട്ടെ, ഓരോ കാര്യങ്ങളിലും. അത് ഇപ്പോൾ സിനിമയൊക്കെ എടുത്ത് നോക്കിയാൽ സിനിമയിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും വിലപ്പോകുന്നതും ഈ ഒരു സംഭവമാണ്. ആന്തരിക സംഘർഷങ്ങൾ അല്ലെങ്കിൽ ശരി തെറ്റ് എന്നുള്ളത്, അതിൻ്റെ ആപേക്ഷികത, അതിനെപ്പറ്റി ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന കുറേ സിനിമകളില്ലേ അങ്ങനെ. കഥകളും അങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ കൗണ്ടർ സെക്സ് പോലുള്ള കാര്യങ്ങൾ, അത് നമ്മളത് പ്ലേസ് ചെയ്യുന്ന ഫ്രെയിം എന്ന് പറയുമ്പോൾ കുറച്ച് പ്രോഗ്രസീവ് ഫ്രെയിമാണ്. ലൈക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ കുറച്ച് പ്രോഗ്രസീവ് ഫ്രെയിമിൽ നോക്കി കാണാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ബ്രേക്കപ്പ് പാർട്ടി എന്നുള്ള കഥയെ പറ്റി പറഞ്ഞു. ആ കഥയിലുള്ള പെൺപിള്ളേരെന്ന് പറയുന്നത്, ആ കഥ കുറേ മുന്നേ എഴുതിയ കഥയാണ് ആക്ച്വലി. അതിലുള്ള പെൺപിള്ളേരെന്ന് പറയുന്നത് 4 പെൺപിള്ളേർ അതിലുള്ള. അവർ ഹോസ്റ്റൽ മുറിയിൽ ഒച്ചയിക്കുന്ന, കള്ളുടിക്കുന്ന, ബ്രേക്കപ്പിനെ പറ്റി സംസാരിക്കുന്ന, ഇപ്പോൾ ഈ സോക്കോൾഡ് പുരുഷവിരോധം പറയുന്ന പെൺപിള്ളേരാണ്. ഈ കഥ വന്ന സമയത്ത് എന്നോട് ഒരാൾ, മീൻസ് നമ്മളെയൊക്കെ എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നാറുണ്ട് ആലോചിക്കുമ്പോൾ. എന്നെ കുറച്ച് കാലമായിട്ട് അറിയുന്ന കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, പുണ്യെ സമ്മതിക്കണം, അപ്പോൾ എന്താ കഥ നന്നായിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ എങ്ങനെ എഴുതിയത്. ഞാൻ അത് ഭയങ്കര ഒന്നും കാര്യമായിട്ട് അതിൽ അത്ര ഭയങ്കര സംഭവമായിട്ടുള്ളതൊന്നും പറയുന്നില്ല. അപ്പോൾ പറഞ്ഞു, അല്ല പുണ്യയ്ക്ക് ഒട്ടും അറിയാത്തൊരു എക്സ്പീരിയൻസ്, മദ്യപാനത്തെ പറ്റിയൊക്കെ പുണ്യ എത്ര ഭംഗിയായിട്ട് എഴുതിയേക്കുന്നത്. അപ്പോൾ ലൈക്ക് നമ്മളെ ആളുകൾ നോക്കി കാണുകയും നമ്മുടെ കഥ നമ്മൾ ഒട്ടും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അനുഭവ പരിസരം എന്നൊക്കെ പറയുന്നത് വേറെ എന്തൊക്കെയോ ആണ്. നമ്മളെല്ലാം മറ്റുള്ളവരെ നിരീക്ഷിച്ച് അതിൽ നിന്ന് കിട്ടുന്നത് മാത്രം എഴുതുന്നതാണ്. നമുക്ക് വേണ്ടത്ര അനുഭവ പരിസരമൊന്നും ഇല്ല. അല്ലെങ്കിൽ നമ്മുടെ അനുഭവ പരിസരം എന്ന് പറയുന്നത് പഴയ തലമുറയെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊന്നും ഇല്ല, ഇനി എന്ത് എഴുതും, അങ്ങനെ ഒരു ക്രൈസിസ് ശരിക്കും ആവശ്യമുണ്ടോ? അതില്ലല്ലോ. നമുക്ക് എന്താണോ ഉള്ളത് അതിനെപ്പറ്റി നമ്മൾ എഴുതുന്നുണ്ട്. അത് നമുക്ക് ഭയങ്കര ഡെപ്തുള്ള കാര്യമാണ് അല്ലേ. അതിനെപ്പറ്റി സംസാരിക്കേണ്ടത് ആവശ്യമാണ്. അത് കമ്പയർ ചെയ്തിട്ട് അതിൽ വലിയ കാര്യമില്ല. ഓരോ കാലത്ത് എന്താണ് നിലനിൽക്കുന്നത് അതാണ് നമ്മുടെ സത്യം. ഇപ്പോൾ സലീം കുമാർ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നില്ലേ, ഞങ്ങൾ ഫോൺ കണ്ടുപിടിച്ചു, ജെൻസി അത് ഉപയോഗിക്കുന്നു, ഞങ്ങൾ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചു, ജെൻസി അത് ഉപയോഗിക്കുന്നു, ഞങ്ങൾ കണ്ടുപിടിച്ചത് ഉപയോഗിക്കാനായിട്ടൊരു വർഗം, അതാണ് ജെൻസി എന്ന് സലീം കുമാർ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത്. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ചിരി വന്നു. പക്ഷെ ആലോചിക്കുമ്പോൾ അവർ ആ കാലത്ത് നിന്നുകൊണ്ട് അവർക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റില്ല. അങ്ങേരിപ്പോൾ കുറേ ഇങ്ങോട്ട് വന്ന് അങ്ങനെ വേറൊരു ഭൂതകാലത്തെ നോക്കി കാണുക. നമ്മൾ കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇതിനേക്കാളും അടിപൊളിയായിട്ട് പറയുമായിരിക്കും. അപ്പോൾ അതത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ കഥയുടെ ഇമോഷൻസിൻ്റെയൊക്കെ കാര്യം, ഭാഷയുടെ ഇമോഷൻസിൻ്റെ കാര്യം, അതിപ്പോൾ എന്താ പറയുക, എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര വാക്കുകൾ എന്ന് പറയുന്ന സംഭവം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. വാക്കിൻ്റെ അതിലിങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എഴുതുമ്പോഴും ഞാൻ വല്ലാണ്ട് ശ്രദ്ധിക്കാറുണ്ട്. അതായത് ഞാൻ എഴുതുന്നത് എൻ്റെ എത്തിക്സിന് യോജിക്കുന്നതാണോ, അല്ലെങ്കിൽ ഞാൻ ഈവൻ ഓരോ വാക്കിലും ഞാൻ എഴുതുന്നത് എനിക്ക് എൻ്റെ എത്തിക്സിനോട്, എൻ്റെ ഒരു ഇമോഷണൽ എത്തിക്സിനോട് അത് സന്ധി ചെയ്യുന്നതാണോ എന്നുള്ളതാണ് ഞാൻ ബേസിക്കലി നോക്കാറുള്ളത്. പിന്നെ അത് എൻ്റെ ഇമോഷണൽസിനോട് കണക്റ്റ് ചെയ്യണം. അത് മറ്റുള്ളവർക്ക് കണക്റ്റ് ആവുന്നുണ്ട് എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. അല്ലാതെ
ഭാഷയിൽ പിന്നെ പണിയെടുക്കാൻ, ഞാൻ ഭാഷ പഠിക്കുന്നൊരു സ്റ്റുഡൻറ്റ് കൂടിയാണ്, റിസർച്ചർ കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭാഷ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ ഭാഷയിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ബോധപൂർവം ചെയ്യുന്ന അതാണോ? ചില കാര്യങ്ങൾ നമ്മൾ ബോധപൂർവം ചെയ്തിട്ട് തന്നെയാണല്ലോ നമ്മൾ പരിശീലിക്കുന്നത്. ഇപ്പോൾ ഒരു ആ വാക്ക് ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുവാണെങ്കിൽ നമ്മൾ അതിന് പാരലായിട്ട് എന്താ ഉപയോഗിക്കുക, അങ്ങനെ ഒരു വാക്ക് ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് അതിന് പകരം ആ സംഭവത്തെ നമ്മൾ വേറെ ഏത് രീതിയിലാണ് അഭിസംബോധന ചെയ്യുക. ഭാഷയിൽ അതിന് കുറേ പരിമിതിയുണ്ട്, ലിമിറ്റേഷനും ഉണ്ട്, അതൊക്കെ നമുക്കറിയാലോ. ഭാഷ ശരിക്കും അപര്യാപ്തമാണ്. പക്ഷെ ഉള്ള ഭാഷ കൊണ്ട് കുറച്ചും കൂടി ഇൻക്ലൂസീവായിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആലോചിക്കാറുള്ളത്. അത്രേ. കുറേയധികം സംസാരിക്കാൻ ബാക്കിയുണ്ടായിരുന്നെങ്കിൽ പോലും സമയത്തിൻ്റെ പരിമിതിയും കാരണങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് 4 പേരോടുമായിട്ട് ആർക്ക് വേണമെങ്കിലും, അല്ലെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 4 പേരിൽ നിന്നും വേണം, പുണ്യം പെടും. അപ്പോൾ എനിക്ക് ഇവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഔപചാരികതയുടെ ഒന്നും ആവശ്യമില്ല. കാരണം 4 പേരും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരാണ്, ഇടയ്ക്ക് കാണുന്ന അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് സംസാരിക്കുന്ന മനുഷ്യരാണ്. എങ്കിൽ പോലും നമ്മുടെ ജെൻസി എന്നുള്ള ഒരു വിഷയത്തിലേക്ക് തന്നെ വരട്ടെ. വീണ്ടും ഇപ്പോഴത്തെ ഒരു തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം, നമ്മൾ പറയുമല്ലോ പൊളിറ്റിക്കൽ ഇല്ലിറ്ററസി ഈസ് ദ ബാഡ് ഇലിറ്ററസി എന്നൊക്കെ പറയണത് പോലെ, അല്ലെങ്കിൽ ഒരു പക്ഷേ രാഷ്ട്രീയ നിരക്ഷരതയാണ് ലോകത്തിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ നിരക്ഷരത എന്ന് പറയുന്നത് പോലെ, സമരം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പക്ഷേ രാഷ്ട്രീയ അനീതികൾക്കെതിരെ പ്രതികരിക്കാൻ മടിയുള്ള ഒരു കൂട്ടം ആൾക്കാർ ഈ ജനറേഷനിൽ ഉണ്ട് എന്നുള്ളത് വലിയൊരു വാസ്തവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാഹിത്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ അടുത്ത് വായിച്ചിട്ടുള്ള, ഒരു പക്ഷേ കുറേയധികം വർഷങ്ങൾക്കുള്ളിലായിട്ട് ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും മികച്ച രാഷ്ട്രീയ ജാഗ്രതയുള്ള അല്ലെങ്കിൽ ഏറ്റവും മികച്ച രാഷ്ട്രീയം പറയുന്ന കഥ ഭീമച്ചനാണ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞാൻ വായിച്ചിട്ടുള്ള കഥ ഭീമച്ചനാണ്. അതായത് തിരുത്തെഴുതിയിട്ടുള്ള NS മാധവൻ തന്നെ വേണ്ടി വന്നു പിന്നീട് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയ അവസ്ഥയ്ക്കെതിരെ പ്രതികരിക്കാൻ എന്നുള്ളതാണ് ഈ പറയുന്ന ഒരു കൂട്ടം എഴുത്തുകാർക്കെതിരെ വരുന്ന ഏറ്റവും വലിയ ചോദ്യചിഹ്നം. എന്തുകൊണ്ടാണ് പുതിയ എഴുത്തുകാർ രാഷ്ട്രീയം പറയാൻ പേടിയാണോ അതോ മടിയാണോ? ഇവിടെയുള്ള ആരും രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ട് നിരക്ഷരതയുള്ള ആൾക്കാരല്ല എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. എങ്കിൽ പോലും ആ രാഷ്ട്രീയം വളരെ കൃത്യമായിട്ട് എഴുത്തിലേക്ക് കൊണ്ടുവരാൻ പേടിയാണോ അതോ മടിയാണോ? ഇതിന് ഉത്തരം എനിക്ക് 4 പേരിൽ നിന്നും വേണം. ജിൻഷയുടെ ഉത്തരവും നമുക്ക് വേണം, വേണ്ടേ? ഒന്ന് പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം നമ്മളിവിടെ ഉന്നയിച്ചു. ഒന്ന്, ജെൻസി എന്ന് പറയുന്ന വിഭാഗക്കാരെല്ലാം പൊതുവിൽ ഈ രാഷ്ട്രീയ ബോധം ഇല്ലാത്ത ആളുകളാണ് എന്നുള്ള നിലയിലുള്ള ഒരു വാദം നമ്മൾ ഉന്നയിച്ചു. അതിന് നമ്മൾ മറുപടി പറഞ്ഞിട്ട് വേണം പോവാൻ. അതിനുശേഷം നമ്മളെ കേട്ടുകൊണ്ടിരുന്ന ജെൻസിക്കാർക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഇതിന് മറുപടി പറയാനുള്ള അവസരവും കൊടുക്കണം. എങ്കിൽ മാത്രമേ അത് ഈ സംവാദം ജനാധിപത്യപരമായി മര്യാദ ഉണ്ടാവുള്ളൂ. ഈ അടുത്തിടയ്ക്ക് ഞാൻ വായിച്ചൊരു പുസ്തകം വെച്ചിട്ട് പറഞ്ഞാൽ, എൽറിജ് ക്ലീവ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബ്ലാക്ക് ഫിലോസഫർ ഉണ്ട്. അയാൾ പറയുന്ന കാര്യം, റേപ്പ് ഈസ് എ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. അയാൾ പറയുന്ന കാര്യമാണേ. അയാൾ പറയുന്നത് ഒരു സവർണ സ്ത്രീയുടെ, അതായത് ഒരു ബ്രിട്ടീഷ് വെച്ചിട്ട് അതിനകത്ത് പറയുന്നത്, ഒരു കോളനി സ്ത്രീയുടെ, അല്ലെ കോളനി അടിമകളാക്കുന്ന സ്ത്രീകളല്ല, മറിച്ച് ഒരു വൈറ്റ് സ്ത്രീയുടെ അഹന്തയെയും അഹങ്കാരത്തെയും എല്ലാം നശിപ്പിക്കാൻ റേപ്പിലൂടെ സാധിക്കും എന്ന് അയാൾ പറയുന്നുണ്ട്. ഇതാണ് എൽറിജ് ക്ലീവ്സ് പറയുന്ന തോട്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മണിയൻപിള്ള രാജുവിൻ്റെയൊക്കെ ചെറുപ്പത്തിൽ മണിയൻപിള്ള വെറും മണിയൻപിള്ള എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വന്നിട്ടുണ്ട്. ഈ മണിയൻപിള്ള എന്ന് പറയുന്ന ആളൊരു ഹോട്ടലിൽ നിൽക്കുന്ന വളരെ എല്ലാവർക്കും കയറി മേയാൻ പറ്റുന്ന പോലെയുള്ള അശു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു, അങ്ങനെയാണ് അതിനകത്ത് അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ എച്ചിലെടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഏറ്റവും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അയാൾ എല്ലാവരും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവിടുത്തെ മെയിനായിട്ടുള്ള ഒരാളെ കാണാൻ വേണ്ടിയിട്ട് ഒരു സുന്ദരിയായിട്ടുള്ള, അല്ലെങ്കിൽ സോ കോൾഡ് സുന്ദരിയാണേ, സുന്ദരിയായിട്ടുള്ള ഒരാൾ വരുന്നു. അങ്ങനെ നായികയൊക്കെയാണ്.
ഈ നായിക എപ്പോഴും ഇയാളെ ഉപദ്രവിക്കുന്നു, ശല്യപ്പെടുത്തുന്നു ഒക്കെ ചെയ്യുന്നു. ഒരു ദിവസം ഇയാൾ ചെയ്യുന്നത് ഈ ഇങ്ങനെയുള്ള മർദ്ദനം, ഈ അടിമത്തം എന്നയാൾ മനസ്സിലാക്കിയിട്ട് ഇതിനൊരു പ്രതികാരം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഈ സ്ത്രീ റൂമിനകത്തേക്ക് കയറുന്ന ഒരു തക്കം നോക്കി ഈ മണിയൻ പിള്ള ഇതിൻ്റെ അകത്ത് ചെല്ലാണ്. റൂമിനകത്ത് ചെന്നിട്ട് ഈ സ്ത്രീയെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. റേപ്പ് ചെയ്യാൻ ശ്രമിച്ച് ഇവൾ കീഴ്പ്പെടും എന്നുള്ള ഒരു ഘട്ടം എത്തുമ്പോൾ കവിളിൽ ഓങ്ങി ഒരു അടിയടിക്കുകയാണ്. അടിയടിച്ചിട്ട് പറയുന്നു, നീ ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇറങ്ങി പോവുകയാണ്. ഇതാണ് സിനിമയിൽ വരുന്ന കാര്യം. ഇതിനോട് നമുക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ഇത് കേൾക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഇത് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇത് ഈ എൽറിജ് ക്ലീവ്സ് ഇത് അവതരിപ്പിക്കുമ്പോൾ, ഈ തോട്ട് അവതരിപ്പിക്കുമ്പോൾ ഇത് ഭയങ്കരമായ വിമർശനങ്ങൾ നേരിട്ടതാണ്. പക്ഷേ അയാളെ സംബന്ധിച്ച്, അയാളുടെ ജീവിതത്തെ സംബന്ധിച്ച് മനുഷ്യർ അല്ലെങ്കിൽ ജീവികൾ, പട്ടിക്കും പൂച്ചയ്ക്കും കൊടുക്കുന്ന വില പോലും ഇല്ലാത്തൊരു ജീവിതം ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവിടെ അയാൾ ഒരു വ്യക്തിത്വം കണ്ടെത്തുന്ന, അല്ലെങ്കിൽ അയാൾ അവിടെ ഒരു ജീവിതം, അയാൾക്ക് ജീവനുണ്ട് എന്ന്, പ്രതികരണശേഷി ഉണ്ട് എന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്ന ആയുധമാണ് റേപ്പ്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയ ശരി എന്താണ് എന്നുള്ളതാണ്. ഇത് വ്യക്തിപരമായി ഓരോ അനുഭവവും ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ്. എൻ്റെ ശരിയായിരിക്കില്ല ജിനിഷയുടെ ശരി. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതിൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ ഇറങ്ങിയ നമ്മുടെ പുഷ്പ 2 സിനിമയിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഈ അടുക്കളയിൽ ദോശ മറിച്ചിടുന്ന പോലെയാണ് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം സാധ്യമാകുന്ന ഒരു കാലത്താണ്. ആ ഒരു ക്രോണിക് ക്യാപിറ്റലിസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. ഈ പറഞ്ഞ പോലെയുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ നമുക്ക് വരുന്നില്ല. ഇന്ന് നമ്മൾ വലിയ രാഷ്ട്രീയം പറയുന്നു, നാളെ നമുക്ക് കുറേ പൈസ ഉണ്ടെങ്കിൽ, ഒരു ചാക്ക് കെട്ടുണ്ടെങ്കിലും നമുക്ക് ഈ അഭിപ്രായങ്ങളൊക്കെ മാറ്റി പറയാൻ പറ്റുന്ന അത്രേ ഉള്ളൂ നമുക്കുള്ള സമയവും നമ്മുടെ രാഷ്ട്രീയ നിലപാടും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആവരുത് എന്നാണ് നമ്മൾ, പ്രതിശബ്ദമാവണം എന്നാണ് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ സമീപ ഉദാഹരണങ്ങളിൽ നിന്നോ നമ്മുടെ ജീവിതത്തിൽ നിന്നോ ഒക്കെ അത് സാധ്യമാവുമോ എന്നുള്ള ചോദ്യം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എടുക്കേണ്ടതാണ്. അതിനൊന്നും നമുക്കൊന്നും ഒരു ഉത്തരം പറയാൻ പറ്റാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതാണ് എനിക്ക് തോന്നുക. ഇല്ല, പുതിയ തലമുറ രാഷ്ട്രീയം പറയുന്നില്ല എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവരായാലും അല്ലെങ്കിൽ മറ്റുള്ളവരായാലും കഥ എന്ന് പറയുമ്പം കഥയുടെ ഒരു ആവശ്യകതയാണല്ലോ അതിലേറ്റവും പ്രധാനം. നമ്മൾ രാഷ്ട്രീയം പറയാനാണെങ്കിൽ നമുക്ക് ലേഖനങ്ങൾ എഴുതാം, ഫേസ്ബുക്കിൽ കുറിപ്പുകൾ എഴുതാം. ആ കഥയുമായി അത് ചേരുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ആ കഥ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കലാസൃഷ്ടി എന്നുള്ള രീതിയിൽ ആ കഥയിൽ ആ രാഷ്ട്രീയം ഇഴകി ചേരുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം. അത് ഒത്തുവന്നാൽ നല്ല കാര്യം. അല്ലാതെ അങ്ങനെ രാഷ്ട്രീയം പറയാനുള്ളൊരു പേടി കൊണ്ടാണ് പുതിയ എഴുത്തുകാർ ജീവിക്കുന്നതെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഈ കഥ ഇപ്പോൾ രാഷ്ട്രീയം പറഞ്ഞാലും എത്ര പേരിലേക്ക് എത്തുന്നു എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. നമ്മളിപ്പോൾ രാഷ്ട്രീയം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഇപ്പം ഒരു ഭയങ്കര ജനപ്രിയമായ മാധ്യമമൊന്നും അല്ലല്ലോ എഴുത്ത് അല്ലെങ്കിൽ സാഹിത്യ സൃഷ്ടി എന്ന് പറയുന്നത്. ഇപ്പം ഞങ്ങൾ 5 പേര് ഇപ്പോൾ ഇവിടെ വേദിയിലിരിക്കുന്നില്ല എന്ന് വെച്ചിട്ട് ഇപ്പോൾ പുറത്തിറങ്ങി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സുഖമായിട്ട് ആൾക്കൂട്ടത്തിൽ ഒരാളെ നടന്നു പോകാം. ആരും ഞങ്ങൾ തിരിച്ചറിയാൻ പോകുന്നില്ല. നേരെ മറിച്ച് കുറച്ചുകൂടി ജനപ്രിയമായൊരു മേഖലയായിരുന്നെങ്കിൽ, മാധ്യമമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു തവണ അല്ല 2 തവണ കൊണ്ട് തന്നെ ആളുകളുടെ ഇടയിൽ കുറച്ചുകൂടി പ്രശസ്തി കിട്ടുമായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ കഥ എഴുതുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി കഥ എഴുതുന്നതാണ്. അല്ല, അടിസ്ഥാനപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പം ഒരു നാട്ടുകാർക്ക് വേണ്ടി അല്ലെങ്കിൽ നാട് നന്നാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് നമ്മുടെ ആശയം അല്ല, നമ്മുടെ ഒരു ഉള്ളിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ കഥയിൽ പ്രതിഫലിച്ചേക്കാന്നല്ലാതെ കഥ എഴുതിയൊരു നാട് നന്നാക്കാൻ പറ്റും അല്ലെങ്കിൽ സിനിമ എഴുതിയൊരു നാട് നന്നാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ കലാസൃഷ്ടികളിൽ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. രാഷ്ട്രീയം പറയുന്നുണ്ട്, കഥ ആയാലും സിനിമയായാലും കവിതയായാലും എല്ലാം രാഷ്ട്രീയം കടന്നു വരുന്നുണ്ട്. പക്ഷേ അതൊരു രാഷ്ട്രീയം മാത്രം മുഴച്ചു നിന്ന് കലാ മേന്മ കുറയുന്നു എന്നുള്ളത് അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കഥയിൽ ഇഴകിച്ചേർന്ന രാഷ്ട്രീയമാണ് പറയേണ്ടതെന്നുള്ളൊരു കാര്യമാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഥകൾക്ക്, അതായത് രാഷ്ട്രീയം പറയാൻ വേണ്ടി കഥ പറയേണ്ട കാര്യമില്ല. കഥകൾക്ക് വ്യക്തമായ രാഷ്ട്രീയം സൂക്ഷിക്കാൻ പറ്റിയാൽ മതി എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഭീമച്ചൻ്റെ കാര്യം പറഞ്ഞു, തിരുത്തിൻ്റെ കാര്യം പറഞ്ഞു. ഈ ബാബറി മസ്ജിദിൻ്റെ ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെ CR ഓമനക്കുട്ടൻ മാഷും വേറൊരു കഥ എഴുതിയിട്ടുണ്ട്. അത് വളരെ ക്രിസ്പായിട്ടുള്ളൊരു കഥയാണ്. പക്ഷേ അതാരും പറഞ്ഞു കേട്ടിട്ടില്ല. ഹെവി വെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി വിസിബിലിറ്റി ഉണ്ടാവും എന്നുള്ളതുകൊണ്ട്
CR ഓമനക്കുട്ടൻ മാഷ് കഥയ്ക്കകത്ത് എസ്റ്റാബ്ലിഷ് ആയിട്ട് നിന്ന ഒരാളായിരുന്നില്ല. ബാക്കിയുള്ള പ്രവർത്തന മേഖലകളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഓമനക്കുട്ടൻ മാഷിൻ്റെ പേര് പറഞ്ഞു കേട്ടിട്ടില്ല. അതായത് ഡിസംബർ 5-ാം തീയതി അച്ഛൻ്റെ ശ്രാദ്ധമാണ്. അപ്പോൾ അതിൻ്റെ ചടങ്ങുകൾക്ക് ഗോമൂത്രം വേണം. അത് സംഘടിപ്പിക്കാൻ എല്ലായിടത്തും നടന്നിട്ടും അത് കിട്ടുന്നില്ല. അവിടുത്തെ ചായക്കടയിലെ മുഹമ്മദ് ഖാൻ എന്താണ് പേരെന്ന് തോന്നുന്നു, പുള്ളിയാണ് സംഘടിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പൈസ കൊടുക്കാൻ നേരത്ത് നിങ്ങളുടെ അച്ഛൻ്റെ ഒരു ചടങ്ങിന് സഹായിക്കുന്നതിന് ഞാനതിന് പൈസ വാങ്ങില്ല എന്ന് പറയും. പിറ്റേ ദിവസം ഡിസംബർ 6-ആണ്. അത്രേ പറയുന്നുള്ളൂ. അവിടെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് അയാൾ ഇന്ന ഇതിലുള്ള ആളാണ്, അല്ലെങ്കിൽ അയാൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇതാണ്, അവർ ചെയ്തിട്ടുള്ള പ്രവൃത്തി എത്രത്തോളം പൊളിറ്റിക്കലി ഡിസ്ട്രക്റ്റീവാണ് എന്നുള്ള കാര്യമൊന്നും ലൗഡായിട്ട് പറയുന്നില്ല. ഇവിടെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട സമാഹാരങ്ങളുണ്ട്. ഈ ഒരു കഴിഞ്ഞ 2-3 വർഷത്തിനിടയ്ക്ക്, അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ഈ പറയുന്ന നമ്മൾ റൈറ്റ് വിങ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് കൂടുന്നു എന്ന് പറയുമ്പോൾ അതിനെ എതിർത്തുകൊണ്ടെന്നുള്ള നിലയിൽ വന്നിട്ടുള്ള സമാഹാരങ്ങളുണ്ട്. അവിടെ അത് ആഘോഷിക്കപ്പെടുന്നുണ്ട്, വിറ്റ് പോകുന്നുണ്ട്, അതിന് പതിപ്പുകൾ വരുന്നുണ്ട്, ട്രാൻസ്ലേഷൻസ് വരുന്നുണ്ട്, അവാർഡ്സ് വരുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയം പറയാൻ വേണ്ടി കഥ എഴുതുന്നതാണോ അതോ കഥയിലൂടെ രാഷ്ട്രീയം കൃത്യമായിട്ട് പറയുന്നതാണോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഒരു പ്രശ്നം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് അതിനോട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാം. അതിന് കഥ തന്നെ വേണമെന്നില്ല. നമ്മൾ എടുക്കുന്നൊരു ഡിസിഷനിൽ അത് കൃത്യമായിട്ടും നമുക്ക് പൂർണ്ണമായിട്ടും ശരിയാവുക എന്നുള്ളൊരു കാര്യമുണ്ട്. അത് കഥയിലൂടെ തന്നെ വേണം എന്ന് നിർബന്ധമില്ല. ഇവിടെ ഇരിക്കുന്ന ഒരാൾ പോലും രാഷ്ട്രീയ ജാഗ്രത ഇല്ലാത്തവരാണെന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിലൊരു ബോധ്യമില്ലാത്തവരാണെന്നോ എനിക്ക് അഭിപ്രായമില്ല. കൃത്യമായ രാഷ്ട്രീയത്തെ പിന്തുടരുന്ന, കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇതെങ്ങോട്ടാണ് പോകുന്നതെന്നും എത്ര സമയത്തിനുള്ളിൽ നമ്മൾ പേടിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നൊക്കെ കൃത്യമായിട്ടുള്ളൊരു ബോധ്യം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെയുണ്ട്. പക്ഷേ അത് കഥയിലൂടെ തന്നെ അത് നമ്മൾ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ലേഖനങ്ങളിലൂടെയും കുറിപ്പുകളിലൂടെയും ചെയ്യുന്നവരുണ്ട്, ഇതൊന്നുമില്ലാതെയും ചെയ്യുന്നവരുമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെയാണ്, കഥയിലൂടെ ചെയ്താൽ മാത്രമേ അതിന് കുറച്ചുകൂടി അക്സെപ്റ്റൻസ് കിട്ടുകയുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം കഥ ഏത് രീതിയിലും പറയാം, എങ്ങനെയും പറയാം. ഇത് തന്നെ വേണമെന്നില്ല. നിലവിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടെ നിൽക്കുമ്പോൾ പോലും മുമ്പ് വേറെ തരം കഥകൾ എഴുതിയിരുന്ന ആൾക്കാർ ഈ ഒരു സബ്ജക്റ്റിലേക്ക് വന്നിട്ട് ഇതിനെ ബേസ് ചെയ്ത് കഥകൾ എഴുതുന്നുണ്ട്. പക്ഷേ ഈ പുതിയ കഥകൾ ആഘോഷിക്കപ്പെടുമ്പോഴും ഇപ്പോഴും ഒരു കഴിഞ്ഞ 20 വർഷത്തിൽ അവർ എഴുതിയ കഥകളിൽ ഏറ്റവും ബെറ്ററായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഈ ആഘോഷിക്കപ്പെടുന്ന കഥകളെക്കായിട്ടും മുമ്പുള്ള കഥകൾ തന്നെയാണ്. ആ പുസ്തകങ്ങൾ ഇപ്പോഴും പുതിയ പ്രിൻ്റ് പോലും ഇല്ലാതെ അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ലൗഡായിട്ടുള്ള നിലവിലെ സാഹചര്യങ്ങളോട് സംവദിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം ചൂടപ്പം പോലെ വിറ്റുപോകുന്ന പുസ്തകങ്ങളുണ്ട്. വിപണിക്ക് വേണ്ടി അങ്ങനെ എഴുതുന്നവരുടെ രാഷ്ട്രീയമാണോ, അല്ലെങ്കിൽ രാഷ്ട്രീയ കഥകളി പറയാത്ത ആൾക്കാരുടെ ഇതാണോ കറക്റ്റ് എന്നുള്ളത് അവിടെയും നോക്കണം. ഇവർ പറഞ്ഞതിൽ എനിക്കിപ്പോൾ കൂട്ടിച്ചേർക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളുടെ ലൈഫിൽ ഇപ്പോൾ പലരും പറയുന്നുണ്ട് എഴുത്ത് അല്ലെങ്കിൽ കല എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലൈഫിൽ പുലർത്തുന്ന പൊളിറ്റിക്സ് നമ്മളറിയാതെ തന്നെ അതിൽ വന്ന് ഭവിക്കും, അല്ലെങ്കിൽ പറയാൻ വേണ്ടി പറയുന്നത്. അതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ലൈക്ക് നമ്മുടെ ഒരു മനുഷ്യൻ്റെ ലൈഫ് എന്താണോ, അല്ലെങ്കിൽ ജീവിതത്തിൽ അവർ പുലർത്തുന്ന പൊളിറ്റിക്സ് ആണ് സ്വാഭാവികമായിട്ടും അവരുടെ എഴുത്തിലോ കലയിലോ വരുന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്താ തോന്നുന്നേ? ഞാനത് വിശ്വസിക്കുന്നില്ല. അപ്പോൾ ജീവിതത്തിൽ വളരെ ഒട്ടും ഇൻക്ലൂസീവ് അല്ലാത്ത മനുഷ്യർ എഴുതുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സാണ് ഞങ്ങൾ സംവേദനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് എന്നുള്ള രീതിയിൽ എഴുതുന്നവരുണ്ട്, സിനിമ ചെയ്യുന്നവരുണ്ട്, പേഴ്സണലി നമുക്കൊക്കെ അറിയുന്നവരുണ്ടാവും. ജീവിതത്തിൽ വേറെ ആയിരിക്കും, ഒരു ടോട്ടലി വേറെ മനുഷ്യരായിരിക്കും. ഇത് ഭയങ്കര ബോധപൂർവം ചെയ്യുന്നതാണ്. അത് എങ്ങനെയാണ് അവരുടെ നിലനിൽപ്പ് എങ്ങനെയാണ്, നിലനിൽപ്പിനെ ബേസ് ചെയ്തിട്ടിരിക്കും. എന്ത് കൊടുത്താലാണ് കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടുക, അല്ലേ? മനുഷ്യർ പ്രധാനമായിട്ട് 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉള്ളത് എന്ന് എനിക്ക് തോന്നാറുണ്ട്: ഫുഡ്, ഷെൽട്ടർ, സെക്സ്, ഫെയിം. അപ്പോൾ കഥ എന്ന് പറയുന്നത്, സാഹിത്യം എന്നൊക്കെ പറയുന്നത് ഫെയിം, നമ്മുടെ ഒരു മാനസികമായിട്ടുള്ള ആന്തരികമായിട്ടുള്ള നിലനിൽപ്പിനെ, മുന്നോട്ട് പോക്കിനെ ഒക്കെ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമുക്ക് കൂടുതൽ ഇപ്പോൾ ജീവിതത്തിൽ ഒരു രാഷ്ട്രീയം ശരിയില്ലാത്ത മനുഷ്യർ കഥ എഴുതുമ്പോൾ
ഇപ്പോൾ പലരും ഭയങ്കര ആഘോഷിക്കപ്പെടുന്ന രീതിയിൽ ഉള്ള പൊളിറ്റിക്കൽ എഴുത്തുകാരായിട്ട് മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മളൊക്കെ എഴുതുമ്പോൾ ആന്തരികമായിട്ട് ഒരു പൊളിറ്റിക്സ് ഭയങ്കര ലൗഡായിട്ടല്ല, ഇപ്പോൾ സിവിക്കേട്ടൻ പറഞ്ഞതുപോലെ ലൗഡായിട്ടല്ലാണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെ നമ്മൾ പറയുന്നത്. ഞാൻ എൻ്റെ കാര്യം കൂടെ പറഞ്ഞാണ്, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അത് എൻ്റെ കാഴ്ചകളും കാഴ്ചപ്പാടും ഞാനിപ്പോൾ നമ്മൾ കണ്ടും വായിച്ചും എഴുതിയും അറിഞ്ഞും മനസ്സിലാക്കിയിട്ടൊക്കെയുള്ള ഒരു ഇൻക്ലൂസിവിറ്റിയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് എഴുതുന്നത്. അതിൽ പ്രശ്നങ്ങളുണ്ടാവാം. ഇന്ന് ഞാൻ എഴുതിയ കഥയെ ഒരുപക്ഷെ കുറച്ച് കാലം കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞ് വായിച്ച് നോക്കുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര അബദ്ധമായിട്ട് തോന്നാം. അത് സ്വാഭാവികമല്ലേ. ഇത് കാലങ്ങളായിട്ട് തുടർന്നു വരുന്നതാണ്. ഇനി അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റേതായ പൊളിറ്റിക്സ് പറയുന്നവരെ ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറച്ചും കൂടെ ഭീകരമായിട്ടുള്ള അവസ്ഥകളുണ്ട്. അടിച്ചമർത്തുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ കൂടെ നമ്മൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളതുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണല്ലോ. അത് ഫേസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഭീതി ഫേസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഒരു കുഞ്ഞു കാര്യം സംഭവിച്ചാൽ പോലും അതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ടുള്ള ബുള്ളിങ്ങും സൈബർ അറ്റാക്കിങ്ങും ജീവിതകാലം മുഴുവൻ ഒരു പക്ഷേ കൊണ്ട് നടക്കാവുന്ന ട്രോമകളും ട്രിഗറിങ് പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാലത്ത് ജീവിക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ആക്ച്വലി എന്തായാലും ഉണ്ട്. എഴുത്തിലും അതുണ്ട്. അപ്പം എന്തായാലും ഇത്രയും നേരം 1 മണിക്കൂറായി നമ്മുടെ സെഷൻ തുടങ്ങിയിട്ട്. ഇത്രയും നേരം ഇവരെ കേട്ടിരുന്ന ആൾക്കാരുണ്ട്. തീർച്ചയായും ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. എങ്കിലും സമയപരിമിതി കാരണം ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ആർക്കെങ്കിലും നമ്മൾ ചർച്ച ചെയ്തതുപോലെ ജെൻസി കാലഘട്ടത്തിൽ ഇരുന്നിട്ട് കഥ എഴുതുന്ന 4 പേരാണ്. അപ്പോൾ ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ പരിമിതമായ സമയത്തിനുള്ളിൽ ചോദിക്കേണ്ടതാണ്. ചോദിക്കാൻ എല്ലാവരോടും തന്നെയുണ്ട്, എല്ലാവരോടും സ്നേഹം. പിന്നെ നമുക്ക് ഈ പറഞ്ഞ മുഴുവൻ ആളുകളെയും പൂർണ്ണമായും വായിച്ചെടുക്കാൻ കഴിയാത്തത് എന്നെപ്പോലുള്ള സാധാരണക്കാരൻ്റെ ഒരു പരിമിതിയാണ്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കഥകൾ പലതും വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുണ്യയുടെ യമധർമ്മൻ്റെ മുടിയിഴകളിൽ ഉമ്മ വയ്ക്കുകയായിരുന്ന 2 മണിയനീച്ചകൾ ചിരതയുടെ ചുണ്ടിൽ ചെന്നിരുന്ന് പറന്നു ചെന്ന് ഇണചേർന്നു എന്ന് പറയുന്ന അതേപോലെയുള്ള ഒരുപാട് നമ്മളെ പ്രയാസപ്പെടുത്തുന്നതായിട്ടുള്ള, അതായത് മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും റിപ്രൊഡക്ഷൻ്റെയും എല്ലാം ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ജിൻഷയോട് കൂടിയാണ്. ജിൻഷയുടെ ഉപ്പ് എന്ന കഥ നമുക്കറിയാം. നമുക്കൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് വേദനകളുള്ള ആളുകളാണ്. അത്തരത്തിലുള്ള മുഴുവൻ വേദനകളെയും ഉള്ളിൽ അടക്കി പിടിച്ചിരിക്കുമ്പോഴും പലതും നമുക്ക് ആ വേദനകളെ എങ്ങനെയാണ് സംവേദനം ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ മറ്റൊരാളോട് പറഞ്ഞാൽ അത് ഏറ്റവും വിപരീതമായി അവനവനെ തന്നെ ബാധിക്കുന്ന വേദനകളുണ്ടാവും. അത്തരത്തിലുള്ള വേദനകളെയും വിവക്ഷിക്കുവാൻ എങ്ങനെയാണ് അത്തരം വാക്കുകൾ ഉണ്ടാക്കിയെടുക്കുകയും അത് ഏറ്റവും തീവ്രമായി പലപ്പോഴും ഒരു ടോർപിഡോ പോലെയാണ് പല എഴുത്തുകളും വരുന്നത്. അവിടെ നിന്ന് പുറപ്പെടുകയും നമ്മുടെ നെഞ്ചിനെ ദ്രവീകരിക്കുകയും പലപ്പോഴും തകർത്ത് കളയുന്ന രീതിയിലുള്ള എഴുത്ത്. ശ്യാമകൃഷ്ണൻ്റെ ആയിക്കഴിഞ്ഞാലും നിങ്ങളുടെ അതുപോലെ തന്നെ ഈ പൊളിറ്റിക്സിനെ കുറിച്ചും അതും പറയാതെ നമുക്ക് പോകാൻ കഴിയില്ലല്ലോ. നമുക്കിപ്പോഴും വരുന്നത് 4-ാം ലോകവും അല്ലെങ്കിൽ വൻമരങ്ങൾ വീഴുമ്പോഴും പിന്നെ തിരുത്തും എഴുതുന്ന അതാത് സമയത്ത് നമ്മൾ പലപ്പോഴും സാധാരണക്കാരാഗ്രഹിക്കുന്ന തരത്തിലുള്ള ചില എഴുത്തുകൾ വരുന്നത് സന്തോഷകരം തന്നെയാണ്. കാരണം നമ്മളുടെയൊക്കെ വികാരങ്ങളെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതിൻ്റെ ഒരേ താളത്തിൽ മിടിക്കുന്ന ഹൃദയങ്ങളുണ്ട് എന്ന് തോന്നുന്നതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ടാവും. ഞാൻ പറഞ്ഞത് ശിഥിലീകരിച്ച് പറഞ്ഞു പോയതാണ്, കാരണം കൂടുതൽ പറയാനുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. സന്തോഷം, സ്നേഹം. നമസ്കാരം. ഇതിൽ ഒരാളെ കഥ മാത്രമേ ഞാൻ വായിക്കാറുള്ളൂ, ബാക്കി എല്ലാവരുടെ കഥകളും ഞാൻ വായിച്ചതാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ട കഥകൾ തന്നെയാണ്. ഞാൻ ചോദിക്കുന്നതാണ്, ഇപ്പോൾ പറയുക ഈ പൊളിറ്റിക്കൽ, അതായത് രാഷ്ട്രീയം കഥയിൽ കടന്നു വരിക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഇപ്പോൾ പുതിയ എഴുത്തുകാർക്ക് വരുന്നുണ്ടോ നിങ്ങളെ 4 പേരുടെയും? പക്ഷെ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു ഉടൻ പ്രതികരണത്തിന് സാധ്യത കഥയിലില്ലേ? അതായത് നമ്മൾ 2 കാര്യങ്ങൾ, ഒന്ന് കഥ തനിയെ വരേണ്ടതാണ്, മറ്റൊന്ന് ബോധപൂർവ്വം ഉണ്ടാക്കുന്നതാണ്. ഈ ബോധപൂർവ്വം ഉണ്ടാക്കുന്ന കഥയിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ആനുകാലികമായി സംഭവിക്കുന്ന ഒരു കാര്യത്തെ കൃത്യമായി ഉടൻ പ്രതികരണത്തിൽ അടയാളപ്പെടുത്താൻ സാധിക്കുന്നില്ലേ? അതൊരു ചോദ്യം. വെച്ചാൽ ഈ എല്ലാവരും പറഞ്ഞപ്പോൾ അങ്ങനെ എൻ്റെ കഥയിൽ രാഷ്ട്രീയം അങ്ങനെ വെറുതെ കടന്നു വരുന്നതല്ല ഞാൻ പറഞ്ഞത്. ഒരു ഏറ്റവും കൂടുതൽ നമ്മളെയൊക്കെ വല്ലാതെ പേടിപ്പെടുത്തുന്ന ഒരു കാലത്ത് ജീവിക്കുമ്പോൾ കൃത്യമായ രാഷ്ട്രീയം മനുഷ്യൻ്റെ അങ്ങോട്ടുള്ള
ജീവിതത്തെ വല്ലാതെ വെട്ടിമാറ്റപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് ഉടൻ പ്രതികരണത്തിൽ രാഷ്ട്രീയം കടന്നു വരാത്തത്? അത് പുതിയ നമ്മൾ നിങ്ങളെ കാണിക്ക് എത്രയോ മേഖലയാണ്. 58 വയസ്സിൽ നിൽക്കുന്ന ഒരാൾ പഴയ കഥകളെല്ലാം വായിച്ചാലാണ് നിങ്ങളുടെ കഥകൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ആൾ. ഞാൻ ജിൻഷയുടെ കഥയൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് പോയിരുന്നത് ജിൻഷയോടെ വിളിച്ച് പറഞ്ഞിട്ട് പുണ്യയുടെ ഫോട്ടോ വല്ലാണ്ട് ഇഷ്ടപ്പെട്ട കഥയാണ്. കാരണം എങ്ങനെയാണ് അങ്ങനെ ഒരു കഥ ഇത്രയും ഒരു ചെറിയ കാലത്ത് സുന്ദരമായിട്ടും ഏറ്റവും കൂടുതൽ സംവദിക്കാനും ഏറ്റവും കൂടുതൽ രീതിയിൽ വളരെ നല്ല ലളിതമായ ഭാഷയിൽ എഴുതാനും അഭിജിത്തിൻ്റെ കാര്യം വായിച്ചിട്ടുണ്ട്. പിന്നെ ശ്യാമകൃഷ്ണൻ്റെ പിന്നെ ഈ പട്ടിയും കണ്ണെല്ലാം പറഞ്ഞ് വായിച്ചിട്ട് വല്ലാണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, മൂപ്പരോടും ചോദിച്ചു എങ്ങനെയാണെങ്കിൽ ഒരു കഥ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ത്രിലോക് എന്ന് പറയുന്ന കഥയും വേറൊരു ലോകത്താണ്. അപ്പോൾ ശരിക്കും കഥകൾ ഉണ്ടാകുന്നത് നിങ്ങളുടെ അനുഭവത്തിൽ നല്ല പുണ്യ പറഞ്ഞ പോലെ സ്വന്തം അനുഭവം മാത്രമാണ് കഥ എന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. കാരണം നിങ്ങൾക്ക് അതിനെയാണ് നമ്മൾ ഭാവന എന്ന് പറയുന്നത്. ഉണ്ടാക്കിയെടുക്കുന്ന ലോകം. ഇന്നലെ CB ബാലകൃഷ്ണൻ പറഞ്ഞത് അതാണ്. ഇന്നലെ ഉണ്ടാക്കിയെടുക്കുന്ന ലോകത്താണ് OV വിജയൻ പിന്നെ കസാക്ക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ കസാക്ക് അങ്ങനെ ഇല്ല, പക്ഷേ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഉണ്ടാക്കിയെടുത്ത കഥ അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധ്യം അതിലേക്ക് കൊണ്ടുവരാൻ പുതിയ എഴുത്തുകാർക്ക് സാധിക്കില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. നമുക്ക് ഈ ചർച്ചയുടെ ബാക്കി വേദിക്ക് പുറത്ത് വെച്ച് നടത്താൻ തോന്നുന്നു. കാരണം സമയം അതിക്രമിച്ചിട്ടുണ്ട്. അടുത്ത സെഷനിലുള്ള പാനലിസ്റ്റ് ഇവിടെ എല്ലാവരും തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ബഹുമാനത്തോടു കൂടിയിട്ട് ആ ചോദ്യത്തെ ഞാൻ ഇവരിലേക്ക് കൊടുക്കുകയാണ്. അതിന് ഉത്തരം വേദിക്ക് പുറത്ത് വെച്ച് ഇവർ എന്തായാലും ചർച്ച ചെയ്യും. ഈ ഒരു സെഷൻ ഇത്രയും നേരം കേട്ടിരുന്നതിന്, ഈ പറഞ്ഞതുപോലെ ജെൻസി കഥ എഴുതുമ്പോൾ എന്നുള്ള വിഷയത്തിൻ്റെ മുകളിലുള്ള ചർച്ച ഏറ്റവും ശ്രദ്ധയോടു കൂടിയിട്ട് കേട്ടിരുന്നതിന് എല്ലാവരോടും വലിയൊരു നന്ദി അറിയിക്കുന്നു. അടുത്ത സെഷൻ ഇവിടെ ആരംഭിക്കേണ്ടതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ചെറിയ വർത്തമാനം ഇവിടെ നിർത്തുകയാണ്.